ആമേൻ ആമേൻ. പ്രാർത്ഥനയോടെ ദിവസം ഇരുന്നാട്ടെ. നമ്മൾ രാവിലത്തെ സെക്ഷനിൽ കേട്ടത് എന്താണെന്ന് പ്രിയ സഹോദരങ്ങൾ ഹോളിലും ഓൺലൈനിലും ഒക്കെ ആയിരിക്കുന്നവർ ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു ആ സന്ദേശം? ഒരൊറ്റ വാക്കിൽ പറയാമോ? എന്താ? എന്താ? വോളി ഇല്ലാത്തതുകൊണ്ട് കേൾക്കണില്ല, അതുകൊണ്ട് എങ്ങനെ പിടിച്ചേക്കണേ? കുറച്ചും കൂടി ദൈവമകനായ റീസ്റ്റോർ ചെയ്യുക. അതിനൊരൊറ്റ വേർഡ് പറഞ്ഞു, ഹെയർ അഗെയിൻ. മനസ്സിലാവുന്നുണ്ടോ? വീണ്ടും അവകാശി. എന്തുവഴി? വീണ്ടും ജനനം വഴി. വീണ്ടും ജനനം വഴി വീണ്ടും അവകാശി. ഇതൊരു മർമ്മമാണ്. നമ്മൾ വീണ്ടും ജനനത്തിൽ അവസാനിക്കുകയാണ് നമ്മുടെ ചുറ്റുമുള്ള ക്രിസ്തീയ സഹോദരങ്ങൾ, സമൂഹവും. പക്ഷെ ബൈബിൾ അവസാനിക്കണം അങ്ങനെയല്ല. ജയിക്കുന്നവന് ഇത് അവകാശമായി കിട്ടും. അവൻ അവകാശിയിലേക്ക് വരികയാണ്. മനസ്സിലായോ? ജയിക്കുന്നവന് അവകാശമായി കിട്ടും. ഞാനവന് എന്താണ് അവകാശം? ദൈവ കുടുംബം. ഞാനവന് ദൈവവും അവനെനിക്ക് മകനുമായിരിക്കും. ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളായി, ദൈവത്തിൻ്റെ അവകാശികളായി, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായി നമ്മൾ വിളിക്കപ്പെടും. ഞാൻ കേട്ടിട്ടില്ല ഏതെങ്കിലും സഭകൾ ഇത് പറയുന്നതായിട്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പകരം പറയുന്ന ക്രിസ്തു അത്യുന്നതനായ ദൈവം ആരാധിച്ചോ എന്ന് പറയുന്നത്. ആ സാധനം ബൈബിളിലില്ല താനും, പക്ഷെ ഇത് ബൈബിളിലുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് എന്നാണെന്നറിയാം. ഇത്രയും നാളും കേട്ട് പരിശീലിച്ച മുഴുവൻ അതാ. അപ്പോൾ ബൈബിളിലെ സത്യം വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കറിയാം, ബൈബിളിലൊരു പ്രിൻസിപ്പിളുണ്ട്, ദേവാസന്മാരൊക്കെ ശ്രദ്ധിച്ചോളണം. നിങ്ങൾ ഈ കൃഷിക്കാരെ ശ്രദ്ധിച്ചില്ല, അവർ 18 എന്നൊക്കെ അവർ പറയും. എന്താ ഈ 18 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളത്തിൻ്റെ റേഷ്യോ പറയണേ. അതേപോലെ ഇവിടെയുണ്ട് P18-17. P18-17 എന്ന് പറയുന്ന സാധനം ഇതാണ്. ആദ്യം വന്ന് പറയുന്നവനാണ് ശരിയെന്ന് നമുക്ക് തോന്നും. മനസ്സിലായോ? ഒരു കാര്യം ആദ്യം വന്ന് നമ്മളോട് പറയുന്നവനാണ് ശരി. കാരണം നമ്മുടെ മനസ്സിൽ പിന്നെ മുഴുവൻ അതാ വൈറ്റ് ബാലൻസ് കിടക്കണേ. അതായത് മഞ്ഞ കളർ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ആരെങ്കിലും പറയാണ് ഇതാണ് വെള്ള. കാരണം നിങ്ങൾക്ക് വെള്ളയെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. ഇത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ വെള്ള ഏതാ? മഞ്ഞയാണ്. മനസ്സിലായോ? എപ്പോൾ വരെ? പ്രതിയോഗി വന്ന് ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നവൻ വന്നൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വരെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ മനസ്സിലെ വെള്ള ഏതാ? മഞ്ഞ. ഇതേപോലെയാണ് ഇന്നത്തെ സഭാ തലം. തെറ്റായി പഠിപ്പിച്ചു വെച്ചു. ഈ സാധനമൊന്നും ബൈബിളിലില്ല താനും. ഇത് നിങ്ങളുടെ മനസ്സിലെ ശരി ഏതാ? ആ തെറ്റായി പഠിപ്പിച്ചതാ. മനസ്സിലായോ? യേശു ക്രിസ്തു അത്യുന്നതനായ ദൈവം, യേശുവിനെ അങ്ങ് ആരാധിച്ചോ. ഇതാണ് നമ്മളുടെ ക്രിസ്തീയ വിശ്വാസം. അതുകൊണ്ടാണ് അതിന്റെ തെളിവെന്താ? സഭകളിൽ ചെന്നാൽ 3 ക്രിസ്തു സ്തുതി. പക്ഷേ ഇതൊന്നും ഈ വിശുദ്ധ ബൈബിളിൽ കാണൂല. മനസ്സിലായോ? ഇതാണ് വൈറ്റ്, ഇതാണ് റെഫറൻസ് അല്ലേ? ഇന്ത്യൻ പീനൽ കോഡിൽ അഡ്വക്കേറ്റായിട്ട് വാദിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ ഇങ്ങനെയും പറഞ്ഞാൽ മതിയോ? അല്ല, നിയമപുസ്തകത്തിലുള്ളത് പറയണ്ടേ? ഇല്ലേ? അതേപോലെ ജയിക്കണമെങ്കിൽ ഈ പുസ്തകത്തിലുള്ളത് പറയണം. മനസ്സിലാവുന്നുണ്ടോ? അതും ഇതും പറഞ്ഞാൽ പോരാ. ആദ്യം വന്നവൻ 3-ാം നൂറ്റാണ്ടിലും 4-ാം നൂറ്റാണ്ടിലും ആദ്യം വന്നവൻ എന്തൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ചു. ദൈവം ഏകനല്ലെന്നും ത്രിയേകനാണെന്നും. ഏത് ബൈബിൾ വാക്യമാണ് ത്രിയേകനെന്ന്? ബൈബിൾ ആവർത്തിച്ച് പറയുന്നത് ദൈവം ഏകനാണ്. യേശു പറയുന്നു പിതാവായ ഏകസത്യദൈവമായ അങ്ങേയും. യേശുവിനെ വരെ നുണയനാക്കിയിട്ട് ഇതും ഇവിടെ ഒരുത്തനും ഒരു ചലനവും ഇല്ല. കാരണം കുരുടന്മാർ ഇരിക്കുന്നത് ഇരുട്ടിൽ, കണ്ണ് സ്വയത്താൽ കെട്ടപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഒരുത്തനും ഒരു ചലനമില്ല. അത് മക്കൾക്ക് കൈമാറി, അത് മക്കളുടെ മക്കൾക്ക് കൈമാറി, അത് അവരുടെ വിശ്വാസമായി മാറി. എൻ്റെ അപ്പനപ്പന്മാര് മുതൽ അതിനെതിരെ മറ്റൊരു വന്നത് ചോദ്യം ചെയ്യുന്നത് വരെ ആ നുണ സത്യമായി നിലകൊള്ളും. പക്ഷെ അത് സത്യമല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതെപ്പോഴും ശ്രദ്ധിച്ചോളണം.
18-17 എടുത്തെങ്കിൽ വായിച്ചേ. എന്താ ഈ P18-17 എന്നറിയാമോ? പ്രോവബ്സ് സദൃശ്യവാക്യം 18-ാം അധ്യായം 17-ാം വാക്യം വായിക്കേ. തന്റെ അന്യായം ആദ്യം ബോധിപ്പിക്കുന്നവൻ നീതിമാൻ എന്ന് തോന്നും. തന്റെ അന്യായം ആദ്യം ബോധിപ്പിക്കുന്നവൻ നീതിമാൻ എന്ന് തോന്നും. അപ്പോ നീതിമാനം തോന്നാൻ എന്ത് ചെയ്താൽ മതി? ആദ്യം പോയി അങ്ങ് പറഞ്ഞാൽ മതി. കുറച്ച് നാളത്തേക്കൊക്കെ അതൊക്കെ അങ്ങനെ നിൽക്കും നീതിമാനായിട്ട്. കുറച്ച് നാളായിട്ട് അതൊക്കെ സത്യമാണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നോളും. പക്ഷേ എപ്പോ വരെ എതിരാളി വന്ന് ചോദ്യം ചോദിക്കും, അതുവരെ. ഹല്ലേലൂയ. അതുവരെ ഉള്ളൂ. അത് ചോദ്യം ചോദിക്കുമ്പോൾ ഇതുവരെ ഉണ്ടായത് പൊളിഞ്ഞു താഴെ വീഴും. ഹല്ലേലൂയ. താഴേക്ക് വായിച്ചേ. എന്നാൽ അവന്റെ പ്രതിയോഗി വന്ന് അവനെ പരിശോധിക്കും. എന്നാൽ അവന്റെ പ്രതിയോഗി വന്ന് അവനെ പരിശോധിക്കും. ചീട്ട് തർക്കങ്ങളെ തീർക്കുകയും. ശ്രദ്ധിച്ചേ, പ്രതിയോഗി വന്നവനെ പരിശോധിക്കും. അതുകൊണ്ട് തീർന്നു അല്ലേ? പ്രതിയോഗി വന്നവനെ പരിശോധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സത്യം എന്താണെന്ന് തിരിച്ചറിയുള്ളൂ. ഹല്ലേലൂയ. പലതും വെച്ചുപിടിപ്പിച്ചു. എന്നാൽ യേശു പറഞ്ഞു സത്യം നിങ്ങൾ അറിയുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് എന്നെ അറിഞ്ഞുകൂടാ? സത്യം അറിഞ്ഞുകൂടാ. റെജിബേറെ ഉറങ്ങരുത്. സത്യം അറിഞ്ഞുകൂടാ. സത്യം അറിയുമ്പോൾ നിങ്ങൾ എന്തായി മാറും? സ്വതന്ത്രരായി മാറും. മനസ്സിലായോ? സ്വതന്ത്രരായി മാറും. അതെപ്പോഴും ശ്രദ്ധിച്ചോളണം. ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചോളണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നിങ്ങളോട് പറയുന്നത് പലതും നിങ്ങൾക്ക് ഇതെന്താ ഇങ്ങനെയെന്ന് തോന്നുന്നു. വേറെ ഒന്നും നോക്കണ്ട. ബരോവയിലുള്ളവരെ പോലെ ഉത്തമന്മാരായാൽ മതി. നേരെ അത് പ്രസംഗകരുടെ ചിന്തകളുമായിട്ട് കമ്പയർ ചെയ്യുക. അത് വിശുദ്ധ ബൈബിളിലെ വചനവുമായിട്ട് കമ്പയർ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ സ്വതന്ത്രരാകും. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെന്നല്ല പറയുന്നത്. പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാകും. പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. എല്ലാ പ്രശ്നങ്ങളും ദൈവം നന്മയ്ക്കായിട്ട് മാറ്റും. ഇവൻ ഈ ലോകം കണ്ട ഏറ്റവും വലിയ പ്രശ്നമാണ് ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ കാൽവരി ക്രൂശിൽ തകർത്ത് കളഞ്ഞത്. കണ്ടു നിന്നവരൊക്കെ അയ്യോ അയ്യോ പറഞ്ഞു. ഇവന്റെ പണി കഴിഞ്ഞു എന്നും പറഞ്ഞു. 3 ദിവസം കൊണ്ട് ദേവാലയം പണിയൊന്നും ദേ കിടക്കണം. പ്രശ്നങ്ങൾ തന്നെയാ. പക്ഷേ അതിന്റെ നടുവിൽ എനിക്ക് നിങ്ങൾക്കും ദൈവവുമായിട്ടുള്ള ബന്ധമുണ്ടെന്നുള്ളതാണ് വിഷയം. ക്രിസ്തുവിന് സ്വർഗസ്ഥ പിതാവുമായ ബന്ധമുണ്ടായിരുന്നു. മരണപാശങ്ങളെ അഴിച്ച് എഴുന്നേൽപ്പിച്ചു. ആ പ്രശ്നം ഈ ലോകത്തിലെ ഏറ്റവും നല്ല നന്മയാക്കി മാറ്റി. ഹല്ലേലൂയ. യേശുവിൻ്റെ മരണമാണ് ഈ ലോകം കണ്ട ഏറ്റവും വലിയ തിന്മയെങ്കിൽ ആ യേശുവിൻ്റെ മരണവും പുനരുദ്ധാനവുമാണ് ഈ ലോകം കണ്ട ഏറ്റവും വലിയ നന്മ. ഇതിലൂടെയാണ് നമ്മളുടെ പാപങ്ങളൊക്കെ ക്ഷമിക്കപ്പെടുകയും നമ്മൾ പുതിയ സൃഷ്ടികളായി തീരുകയും ചെയ്ത് ദൈവ കുടുംബത്തോടൊന്നായി തീരുന്നത്. അതുകൊണ്ട് ജീവിതത്തിലെ വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെടേണ്ട. ഓരോ വിഷയങ്ങളിലൂടെയും ദൈവം നിങ്ങളെ കടത്തിവിടുമ്പോൾ ഒന്ന് മാത്രം ശ്രദ്ധിക്കുക, നിങ്ങളുടെ നീതിക്ക് ഒരു കളങ്കം ഉണ്ടാകരുത്. കാരണം ദൈവസിംഹാസനം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് നീതിയിലാണ്. നമ്മുടെ കഴിഞ്ഞകാല വിഷയങ്ങൾ അങ്ങനെയല്ല. നമ്മൾ എന്തിനാ ശ്രദ്ധിച്ചിരുന്നേ? നമ്മൾ ശ്രദ്ധിച്ചിരുന്നത് മുഴുവൻ എൻ്റെ വാദം ജയിക്കണം, എൻ്റെ ഭാഗം ജയിക്കണം, ഇല്ലേ? ഇതാണ് നമ്മൾ പ്രശ്നത്തിലാക്കിയത്. നമ്മുടെ ഭാഗം ജയിക്കണ്ട, ദൈവഭാഗം ജയിച്ചാൽ മതി. അവിടെയാണ് നമ്മുടെ ജയം. ദൈവഭാഗം ജയിക്കണം. നമ്മുടെ ഭാഗം ജയിച്ചു വരുമ്പോൾ പല പല പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കടന്നു വീഴാനായിട്ടിടയാകും. പിശാചിൻ്റെ കൈക്കുള്ളിൽ നമ്മളായിത്തീരും. അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചോളണം. നമ്മളുടെ സന്ദേശത്തിന്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞ ദൈവക്രമത്തിലേക്ക് മാറാനാ പറഞ്ഞേ. ദൈവക്രമത്തിലേക്ക് മടങ്ങി വരിക. ദൈവത്തിനൊരു ക്രമമുണ്ട്. ആ ക്രമം വിട്ട് ദൈവം പ്രവർത്തിക്കത്തില്ല. ദൈവക്രമമുണ്ട്. ആ ക്രമത്തിൽ തന്നെ നിൽക്കണം. സ്ത്രീ ഈ ഭൂമിയെ സംബന്ധിച്ചാണെങ്കിൽ സ്ത്രീ, പുരുഷൻ, ക്രിസ്തു, ദൈവം. ഹല്ലേലൂയ. ഈ ക്രമം വിട്ട് ദൈവം പോകത്തില്ല. അപ്പോ അവനവൻ ഏൽപ്പിച്ച മടൽ നിന്നോണം. അതിൻ്റെ അപ്പുറത്തേക്കും പോകരുത്, ഇപ്പുറത്തേക്കും പോകരുത്. ഹല്ലേലൂയ. എല്ലാവരും അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടവരാ. ക്രിസ്തു അധികാരത്തിന് കീഴ്പ്പെട്ട ആളാ. നമ്മൾ അധികാരത്തിന് കീഴ്പ്പെട്ട ആളുകളാ. ഇതൊക്കെ മനസ്സിലാക്കി ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവുമില്ല. അധികാരത്തോട് മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറക്കുന്നു. ഹല്ലേലൂയ. മറക്കുന്നവൻ സുഖം പ്രാപിക്കുന്നല്ല, ശിക്ഷാവിധി പ്രാപിക്കും. അപ്പൊ ഈ ശിക്ഷാവിധി പ്രാപിച്ചിട്ട് അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് കരയരുത്. എല്ലാം റൈറ്റായിട്ട് ഹാൻഡിൽ ചെയ്യാനിടയാണ്. നമ്മുടെ സ്വയം നമ്മളെ നശിപ്പിക്കാനായിട്ട് ഇടയാകരുത്. നമ്മൾ ക്രിസ്തു എന്ന തലയുടെ കീഴിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ക്രിസ്തു എങ്ങനെ പിതാവ് എന്ന തലയുടെ കീഴിൽ ഏൽപ്പിച്ചു കൊടുത്തു, ഇതേപോലെ നമുക്ക് നിൽക്കുവാൻ കഴിയണം.
അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു വെച്ചതിന് വിപരീതമായിരിക്കും. പക്ഷേ തിരുവചനത്തിലുണ്ടോ എന്ന് മാത്രം നോക്കുക. ബെരോവിലുള്ളവരെ പോലെ ഉത്തമന്മാരാകുക. അത് നിങ്ങളെ പണിതെടുക്കും. അത് നിങ്ങളുടെ സ്പിരിറ്റിനെ പണിയും, നിങ്ങളുടെ ദേഹി, നിങ്ങളുടെ ചിന്തകളെ പണിയും, നിങ്ങളുടെ ശരീരത്തെ പണിയാൻ തുടങ്ങും. അത് ബലത്തോടുകൂടി നിർത്താൻ തുടങ്ങും. എല്ലാം ആരംഭിക്കുന്നത് പുറത്തുനിന്നല്ല, അകത്തുനിന്നാണ്, ദൈവത്തിൽ നിന്നാണ്. പുറത്തുനിന്ന് ആരംഭിക്കുന്നത് പിശാചിന്റെ സിസ്റ്റമാണ്. അകത്തുനിന്ന് ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്നത് ദൈവത്തിന്റെ സിസ്റ്റമാണ്. ദൈവത്തിന്റെ സിസ്റ്റം മോളിലൂടെ പിതാവിൽ നിന്ന് ക്രിസ്തുവിലേക്കും, ക്രിസ്തുവിൽ നിന്ന് പുരുഷനിലേക്കും, പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്കും വരും. ഹല്ലേലൂയ. പിശാചിന്റെ സിസ്റ്റം ഈ ലോകത്ത് നിന്ന് സ്ത്രീയിലേക്ക്, സ്ത്രീയിൽ നിന്ന് പുരുഷനിലേക്കും, പുരുഷനിൽ നിന്ന് ക്രിസ്തുവിലേക്ക്, പിന്നെ പിതാവിലേക്ക് വരാൻ ശ്രമിക്കും. വരൂന്നല്ല, വരാൻ ശ്രമിക്കും. ഏതെല്ലാം എങ്ങനെയായിരുന്നു? പിശാച് സ്ത്രീയിലേക്ക്, സ്ത്രീ പുരുഷനിലേക്ക്, പുരുഷൻ ദൈവത്തിലേക്ക് കയറാൻ ശ്രമിച്ചു, നടന്നില്ല. ഗെറ്റ് ഔട്ട്. ദൈവത്തിലേക്ക് എന്താ കയറ്റാൻ ശ്രമിച്ചേ? തന്റെ രാജ്യം. നീ തന്ന സ്ത്രീയില്ലേ, ഓ ഇനി ദൈവത്തെ കറക്റ്റ് ചെയ്യാൻ പോവുക. ഗെറ്റ് ഔട്ട്. എന്നാൽ ദൈവരാജ്യം അങ്ങനെ, അത് പൈശാചിക രാജ്യമാണ്. ഹല്ലേലൂയ. തല തിരിഞ്ഞു വരുന്നേ. ഇന്ന് ലോകം നോക്കി എല്ലാം തല തിരിഞ്ഞു വരുന്നത് കണ്ടോ? ഹല്ലേലൂയ. ഞാനൊക്കെ ജനിച്ചപ്പോൾ റേഷൻ കാർഡിൽ പുരുഷന്റെ പേരായിരുന്നു ഗൃഹനാഥൻ എന്നുള്ളത്. പക്ഷെ ഞാൻ ഇപ്പൊ നോക്കുമ്പോൾ റേഷൻ കാർഡിൽ പോലും അതെല്ലാം തല തിരിഞ്ഞു. ഗൃഹനാഥൻ എന്ന സ്ഥാനത്ത് പുരുഷനെ എടുത്തു മാറ്റി. ഒക്കെ തല തിരിയുക, നേരെ തല തിരിയുക, തിരിഞ്ഞു കയറുകയാ. തിരിഞ്ഞു കയറും. ഈ ലോകം മുഴുവൻ അങ്ങനെ കയറും. നീ കയറരുത്. നീ ദൈവത്തിന്റെ മകനെ, നീ കയറരുത്. ഈ ശബ്ദ കാഴ്ച പരിധിയിൽ കേൾക്കുന്ന എല്ലാ സഹോദരിമാരോടും പറയുകയാണ്, നിങ്ങൾ സാറയുടെ മക്കളെന്ന് അറിയപ്പെടാൻ ഇടയാകണം, ഹവ്വയുടെ അല്ല. മനസ്സിലായോ? വിശുദ്ധ ബൈബിളിൽ ഒരിക്കലും ഹവ്വയുടെ മക്കളെന്ന് പറഞ്ഞ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ പോലും നമ്മളോട് സഹോദരിമാരോട് പറയുന്നത്, ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ സാറയുടെ മക്കളെന്ന് വിളിക്കപ്പെടും. മനസ്സിലായോ? സാറ എന്താ ചെയ്തേ? തന്റെ ഭർത്താവിന് കീഴടങ്ങിയിരുന്നു. എങ്ങനെ പറഞ്ഞോണ്ട്? അബ്രഹാം വേർ ആർ യു എന്നല്ല വിളിച്ചേ, യജമാനനെ, മൈ ഹെഡ്, മൈ ലോർഡ്, മൈ ക്യൂരിയോസ്, മൈ അഡോണായി. ഹല്ലേലൂയ. കീഴടങ്ങിയിരുന്നു. ഇന്നത്തെ പോലെ ഭർത്താവിനെ കീഴടക്കുകയല്ല. മൊത്തം നിയമം എനിക്ക് അനുകൂലമാണ്, അതുകൊണ്ട് ഞാൻ കീഴടക്കും നിന്നെ. തലതിരിയരുത്. എല്ലാം ദൈവവചന പ്രകാരം പോണം. ഇതുകൊണ്ടാണ് ദൈവവചനം ആവർത്തിച്ചാർജ് പറഞ്ഞ, സഹോദരിമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ കീഴടക്കുവിൻ എന്നൊരു വചനമുണ്ടോ? കീഴടങ്ങുവിൻ എന്നാ വചനം. ഞാൻ തിരിച്ച് പറഞ്ഞതേ, നമ്മൾ തലതിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തലതിരിഞ്ഞ് പറഞ്ഞാൽ അകത്ത് കയറുള്ളൂ പെട്ടെന്ന്. എന്നിട്ട് പിന്നെ ശരിയാക്കി പറഞ്ഞാൽ കാൽ ക്ലിയർ ആകും. അപ്പൊ എന്റെ മക്കളെ, ഇതിപ്പോ എന്താ ചെയ്യണേ? ദൈവക്രമത്തിൽ നിന്ന് വിട്ടുപോയവരെ ദൈവക്രമത്തിലേക്ക് ദൈവം കൊണ്ടുവരികയാ. ബി അണ്ടർ ദ അംബ്രല്ല ഓഫ് ഗാഡ്. ഹല്ലേലൂയ. എങ്കിൽ നീ പ്രൊട്ടക്ട് ചെയ്യപ്പെടും. അല്ലാണ്ട് നീ മഴയത്ത് പോയിട്ട് എന്താ മൊത്തം വെള്ളം എന്നെ മേത്ത് വീഴണേന്ന് വെച്ചിട്ട് കാര്യമില്ല. വീഴും. കൊടയിലേക്ക് അടിയിലേക്ക് മാറി നിൽക്കുക. ദൈവത്തിന്റെ അംബ്രല്ലയുടെ അടിയിലേക്ക് മാറി നിൽക്കുക. എപ്പോഴും നീ ബോൾഡായിരിക്കണം. എങ്ങനെയാ ബോൾഡാകാൻ പറയുക? ബോൾഡാകാൻ പറ്റുക, നിന്റെ അകത്ത് നീതി ഉണ്ടെങ്കിൽ നീ ബോൾഡായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. നിന്റെ അകത്ത് നീതി ഇല്ലെങ്കിൽ നീ ഒളിക്കും. ഹവ്വ ദമ്പതികളുടെ അകത്ത് നീതിയില്ല. ദൈവത്തെ കണ്ടപ്പോൾ തന്നെ അവര് ഒളിച്ചു. ഹല്ലേലൂയ. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ദൈവം നമ്മളോട് പറയുകയാണ്, ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് വീണ്ടും അവകാശിയിലേക്ക്. മനസ്സിലായോ? ഹെയർ അഗെയിൻ, വീണ്ടും അവകാശിയിലേക്ക്. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? അതല്ലേ ദൈവം നമ്മളെ ഹെബ്രായ ലേഖനം 3:1 എന്താ പറയണേ? നിങ്ങൾ ഓർത്തോ? കേട്ടോ? അറിയോ എന്നാ ഹെബ്രായ ലേഖനം 3:1 പറയണേ? എന്നാ പറയണേ? സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. അടുത്ത ആൾക്ക് ഷെയ്ഖാൻ്റെ എടുത്തിട്ട് പറ, എന്നെ സ്വർഗത്തിലേക്ക് വിളിച്ചിരിക്കാന്ന് പറ. ഷെയ്ഖാൻ്റെ എടുത്തിട്ട് പറ. അപ്പൊ തിരിച്ചു പറ, എന്നെ വിളിച്ചിരിക്കാന്ന് പറ. ഇരുന്നോ? ഇതാ റിപ്പബ്ലിക് ഡേക്ക് നിങ്ങളെ ഡൽഹിയിലേക്ക് പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് വിളിച്ചു എന്നും പറഞ്ഞ ഒരു ലെറ്റർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരോടും പറയില്ലേ, ഇത് മരണമുള്ള പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ എല്ലാം ആണോ വിളിച്ചേക്കണേ? മരണമില്ലാത്ത പ്രപഞ്ചത്തിന്റെ ഒടയവനാ വിളിച്ചേക്കണേ. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. ആരുടെ വിളിച്ചേ? തന്റെ മകനായ ക്രിസ്തുവിലൂടെ വിളിച്ചേ. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തുവിലൂടെ വിളിച്ചേക്കണേ. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് തിരിച്ചറിഞ്ഞിട്ട് പോകാൻ റെഡി ആയിക്കോളണം.
നിങ്ങളെങ്ങാനും അന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും? അന്ന് മുതലേ ശാരദയോടും മിനിയോടും ജോസഫിനോടും അയലക്കത്തുകാരോടും ഒക്കെ പറയും, ഇല്ലേ? എവിടെ പോവാ? ശീമാട്ടി വരെ. എന്തിനാണാവോ? എനിക്ക് അന്നത്തെ ദിവസം ഡൽഹി പോകാൻ വേണ്ടി നല്ലൊരു ഉടുപ്പ് വേണം, ഇല്ലേ? ഇതേപോലെ ഇതാ ആ വിളിക്ക് ഓഹരിക്കാരായിരിക്കണം നമുക്ക് സ്വർഗത്തിലെ ദൈവം തന്നെ ഉടുപ്പ് അയച്ചിട്ടുണ്ട്. ആ ഉടുപ്പിന്റെ പേരാണ് നീതിയുടെ അങ്കി. മനസ്സിലാവുന്നുണ്ടോ? നീതിയുടെ അങ്കി. ഇനി ഇതൊക്കെ ധരിച്ചു വേണം പോകാൻ ഏത് സ്ഥലത്ത്. ഈ പാപകരമായ ലോകത്ത് ഇതൊക്കെ ധരിച്ചു വേണം ഞാൻ നിങ്ങൾ നടക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? ഇത് കാണുമ്പോ അപ്പുറത്ത് നിൽക്കുന്ന പിശാചും കുഞ്ഞുങ്ങളും പറയണം, ദേ പോനടാ ക്രിസ്തുവിന്റെ സുന്ദരി മണവാട്ടി, ദേ പോകുന്നു എന്ന് പറയാനിടയാകണം. ഇവളെ എങ്ങനെയെങ്കിലും ഒന്ന് വീഴ്ത്തണമല്ലോ. എങ്ങനെ വീഴ്ത്താൻ പറ്റും? ഇവളുടെ പേരൊന്നിങ്ങ് ചീത്തയാക്കിയാലോ, ഇവളെ ആ രീതിയിൽ തട്ടിയിട്ടാലോ, പൈസയുടെ പേരും പറഞ്ഞ് ഇവളെ വീഴിക്കാൻ ശ്രമിച്ചാലോ, സ്ഥലത്തിന്റെ പേരും പറഞ്ഞ് ഇവരെ വീഴിക്കാൻ ശ്രമിച്ചാലോ, പ്രസംഗത്തിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ട് അയച്ചിട്ട് തെറ്റിക്കാൻ ശ്രമിച്ചാലോ എന്ന് പറഞ്ഞ് പിശാചും കുഞ്ഞുങ്ങൾ നിന്റെ കൂടെ കൂടിയാൽ നീയെ സ്വർഗത്തിന്റെ പ്രിയനാ. മനസ്സിലായോ? ഹല്ലേലൂയ. പക്ഷേ നീ വീഴില്ല. കാരണം നിന്റെ അപ്പന് നീ ഓമനയാ. അങ്ങനെയായി വളരണം. അങ്ങനെയായി നീ വളരണം. അപ്പൻ ഓമനയായി വളരണം. ഹല്ലേലൂയ. ആരെ പോലെ? ക്രിസ്തുവിനെ പോലെ. യേശുവിനെ കണ്ടപ്പോ ഭൂമിയിൽ ഇതാ യേശുവിനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം എന്താ? പിതാവ്, ഇവൻ എൻ്റെ ഒരു പുത്രൻ. അങ്ങനെയാണോ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ. നമ്മളെയും ഇത് കണ്ടിട്ട് ഹൃദയം ദൈവ ഹൃദയം നോക്കണേ. ഹൃദയം കണ്ടിട്ട് ദൈവം പറഞ്ഞു പ്രിയപുത്രൻ. ഹല്ലേലൂയ. ആ അപ്പൻ്റെ, ഈ പ്രപഞ്ചം മുഴുവൻ അപ്പൻ്റെ എൻ്റെ സഹോദരങ്ങളെ. ഈ ലോകത്തിലെ ആർക്കും ജീവൻ കൊടുക്കാൻ കഴിയത്തില്ല. സ്വർഗസ്ഥ പിതാവിനാണ് ജീവൻ കൊടുക്കാൻ കഴിയുന്നത്. ആ വരമാണ് സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിനും കൊടുത്തേക്കണേ. മനസ്സിലായോ? പിതാവ് തനിക്ക് ഇഷ്ടമുള്ളവരെ ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും അതുപോലെ ഉണ്ടാകാൻ പിതാവ് വരം കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാം ആരംഭിക്കുന്ന പിതാവിൽ നിന്നാണ്. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കി ഞാനും നിങ്ങളും പ്രവർത്തിക്കുക. ആ അപ്പൻ്റെ അടുക്കിലേക്ക് പോകാൻ നമുക്ക് വിളി കിട്ടിയിരിക്കുക. ഹല്ലേലൂയ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മർമ്മങ്ങളാണ് ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. ഈ വിളി കിട്ടിയിരിക്കുമ്പോൾ എല്ലാ സഹോദരങ്ങളും മനസ്സിലാക്കുക, ഇന്നത്തെ യഥാർത്ഥത്തിൽ ഇന്നത്തെ അവകാശി എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ മനുഷ്യനാണ്, ഈ ശരീരമാണ് എല്ലാ അവകാശി ഇന്നത്തെ. പക്ഷെ ഒരു കാര്യം തിരിച്ചറിയണം, ഇവന്റെ എല്ലാ അവകാശവും നഷ്ടപ്പെട്ടു. ഇന്ന് അവകാശിയല്ലാത്ത ഒരു ശിശു ദൈവമക്കളുടെ ഉള്ളിൽ വളരുന്നുണ്ട്. അവകാശിയായിട്ടില്ല, കാരണം ശിശുവാണ്. ആ ശിശു ഇനി അവകാശിയായി തീരണം. ഇന്ന് അവകാശിയായവൻ നാളെ അവകാശിയല്ലാതെയായി മാറും. ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്ന് അവകാശിയായവൻ, ഇന്ന് ദൈവത്തിന്റെ പ്രോപ്പർട്ടി ഇത് എന്റേതാണെന്നും പറഞ്ഞ് ഉപയോഗിക്കുന്നവൻ നാളെ അവകാശിയല്ലാതെയായി മാറും. പക്ഷേ ഇന്ന് ദൈവമക്കളിൽ വളരേണ്ട പക്ഷെ പലരിലും വളരാത്ത ആ ശിശു നാളെ എല്ലാത്തിനും അവകാശിയായി മാറും. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് എനിക്ക് അറിയാം. നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, പാരബിൾ എന്ന് പറയുന്നൊരു സംഭവം, ഉപമകൾ എന്ന് പറയുന്നൊരു സംഭവം ബൈബിളിൽ യേശു ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് അറിയാമോ ഉപയോഗിച്ചിരിക്കുന്നത്? ആത്മീക കാര്യങ്ങളെ വെളിപ്പെടുത്തി തരാനാണത് ഉപയോഗിച്ചിരിക്കുന്നത്. ആത്മീയ കാര്യങ്ങളെ വെളിപ്പെടുത്തി തരാൻ ഉപമകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഉപമ എന്ന് പറയുന്നത് ഭൂമിയിലെ ഒരു കഥയാണ്, പക്ഷെ അതിലൂടെ കടന്നു വരുന്നത് സ്വർഗീയമായ അർത്ഥമാണ്. എർത്തലി സ്റ്റോറി, ഇറ്റ് റിവീൽസ് ഹെവൻലി മീനിങ്സ്. ആത്മീയമായ സ്വർഗീയമായ കാര്യങ്ങൾ ഇത് വെളിപ്പെടുത്തും ഭൂമിയിലെ കഥയിലൂടെ. ഇതാണ് ധൂർത്തപുത്രന്റെ കഥയിൽ ദൈവം തന്റെ പുത്രനായ ക്രിസ്തു മുഖാന്തരം അവതരിപ്പിച്ചത്. പക്ഷെ ഇതെല്ലാവർക്കും മനസ്സിലാകില്ല, എല്ലാവർക്കും ഇത് മനസ്സിലാകത്തില്ല.
ശിഷ്യന്മാർ പലരും ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാവർക്കുള്ള വെളിപ്പാടുകൾ വേറെ വേറെയാണ്. ഏറ്റവും കൂടുതൽ വെളിപ്പാടുകൾ ലഭ്യമായ വ്യക്തി എന്ന് പറയുന്നത് ഏറ്റവും ആ കാലത്ത് നിങ്ങൾക്ക് കാണാം യോഹന്നാനാണ്. അന്ത്യകാലത്തെക്കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ വെളിപ്പാടുകൾ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം അദ്ദേഹത്തിലൂടെ രൂപപ്പെടുത്തിയത്. ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് ചാഞ്ഞിരുന്നവനെന്ന് പേരുള്ളവനാണ് യോഹന്നാൻ. എന്നാൽ അപ്പോൾ തന്നെ ഒരു ഇന്നർ സർക്കിൾ ഉണ്ടായിരുന്നു, 3 പേരടങ്ങിയത്: പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അതിൽ തന്നെ ഒരു ഇന്നർ സർക്കിൾ ഉണ്ടായിരുന്നു, യോഹന്നാൻ. പിന്നെ ഒരു ഔട്ടർ സർക്കിൾ ഉണ്ടായിരുന്നു, 12 പേരുള്ള ശിഷ്യന്മാർ. അതിൻ്റെ പുറകെ വേറൊരു സർക്കിൾ ഉണ്ടായിരുന്നു, 70 പേർ. അപ്പോൾ ഓരോരുത്തരും ക്രിസ്തുവോട് ഓരോ ലെവലിൽ നിൽക്കുകയാണ്. ഇതാണ് യേശു ക്രിസ്തു ഒരിക്കൽ പറയാനിടയായി ഒരു പരീശനോട്, ശാസ്ത്രിയോട്: നീ ദൈവരാജ്യത്തിനോട് അകന്നവനല്ല. അകന്നവനുമുണ്ട്, അടുത്തവനുമുണ്ട്, ഗെറ്റ് ഔട്ട് അടിക്കുന്നവരുമുണ്ട്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും ഒരേപോലെ കാര്യം മനസ്സിലാകണമെന്നില്ല, വ്യത്യസ്ത തലത്തിലായിരിക്കും കാര്യങ്ങൾ മനസ്സിലാകുന്നത്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, സ്ക്രീനിലേക്ക് നോക്കിയാൽ നിങ്ങൾ രാവിലെ ഇവിടെ കണ്ട ഒരു ചിത്രം, ഞാനത് ഈ ചിത്രം കാണിക്കാൻ വേണ്ടിയിട്ടതല്ല, തണുത്താൻ കയറി വന്നതാ. ഈ ചിത്രം നിങ്ങൾ കണ്ടാൽ, ധൂർത്തപുത്രന്റെ കഥ ദേവദാസന്മാർ ആരെങ്കിലും ഒക്കെ ഇവിടെ പറഞ്ഞതായിരിക്കാം. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അതിലെ ഇളയവൻ അപ്പനോട്: അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന സ്വത്തിങ്ങ തന്നേക്ക്. തൻ്റെ ഓഹരി വാങ്ങിച്ചു. 2 പേർക്കും പകുതി കൊടുത്തു. തൻ്റെ ഓഹരി വാങ്ങിച്ചു. അവൻ അപ്പനെ വിട്ടുപോയി ദൂരദേശത്തേക്ക്. അവിടെ സ്വത്തൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. അവൻ വട്ടപ്പൂച്ചയായി. പിന്നെ സുബോധം വന്നപ്പോൾ അവൻ തിരികെ വീട്ടിലേക്ക്, അപ്പൻ്റെ അടുക്കിലേക്ക് വരികയാണ്. മാനവരാശിയെക്കുറിച്ചാണ് ഈ പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ തിരികെ വീട്ടിലേക്ക് വന്ന് അപ്പൻ മകനുമായി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. എവിടെയാണ് അപ്പനും മകനുമായിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്? വീടിൻ്റെ അകത്താണോ പുറത്താണോ? വീടിൻ്റെ അകത്ത്. അപ്പോൾ വേറൊരു വിഷയമുണ്ട്. ഇതുവരെയും വീടിനകത്തായിരുന്ന മകൻ, മൂത്ത മകൻ, അവൻ പുറത്തായി. ഇതുവരെയും വീടിനകത്ത് അപ്പൻ്റെതെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന മകൻ വീടിന്റെ പുറത്ത് നോക്കി നിൽക്കുന്നുണ്ട്. അവൻ സ്വയമേ ഒരു തീരുമാനമെടുത്തു: ഞാൻ ഈ വീട്ടിൽ കയറുന്നില്ല. അപ്പം പറഞ്ഞു: മോനെ വാ. അവൻ പറഞ്ഞു: ഞാൻ ഈ വീട്ടിൽ കയറുന്നില്ല. അവൻ റിലക്റ്റന്റ് ആയി പുറത്ത് നിൽക്കുക. പക്ഷെ ഇതുവരെ പുറത്തായിരുന്നവൻ അകത്ത് കയറി. കഥ എങ്ങോട്ടേക്ക് പോകുന്നു എന്നറിയാതെ കഥ അവിടെ അവസാനിപ്പിച്ചു. കാരണം ഒരു ഉപമയെ സംബന്ധിച്ച് ഇനി അടുത്തത് എന്താണ് ചെയ്യുന്നൊന്നുമില്ല. ഓരോ ഉപമയും ഓരോ ഭാഗമാണ് അർത്ഥമാക്കുന്നത്. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയാണ്. അതർത്ഥമാക്കുന്നത് സ്വർഗരാജ്യം വളരെ മൂല്യമുള്ളതാണ്, പക്ഷേ അതെല്ലാവർക്കും കാണാൻ പറ്റത്തില്ല, ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ഓരോ ഭാഗങ്ങളാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ കാണിക്കുന്നത് വേറൊന്നുമല്ല, ഈ അപ്പൻ ഈ രണ്ട് മക്കൾക്കും തൻ്റെ സ്വത്ത് വിഭാഗിച്ചു കൊടുത്തു. മൂത്തവനും ഇളയവനും. ഇളയവൻ തൻ്റെ സ്വത്തൊക്കെ നശിപ്പിച്ചു. മൂത്തവന്റെ ഓഹരി ഉണ്ട്. പക്ഷേ അവസാനമായപ്പോൾ ഓഹരി എല്ലാം നശിപ്പിച്ചു കളഞ്ഞ ഇളയവൻ അകത്ത് കയറി. ഓഹരി ഉണ്ടായിരുന്ന മൂത്തവൻ പുറത്തും പോയി. വളരെ ഡീപ്പായിട്ടുള്ള ഒരു പാരബിളാണ്. ഇത് മാനവകുലത്തെക്കുറിച്ചാണ് പറയുന്നത്, മനുഷ്യനെ കുറിച്ചാണ് ഈ പറയുന്നത് മുഴുവൻ. ഇത് നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ
മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ മനുഷ്യൻ ഒരു ഹൈബ്രിഡാണ്. അവന് 2 ജീവനുണ്ട്. ഒന്ന് ഭൂമിയിലെ ജഡത്തിലെ ജീവൻ, ബയോസ് എന്നാണ് അതിൻ്റെ പേര്. മറ്റൊന്ന് ആത്മാവിൽ ദൈവം കൊടുത്ത ജീവൻ, അതിൻ്റെ പേര് സോയ എന്നാണ്. അതൊന്നും ആ ലാംഗ്വേജ്, ആ ഭാഷ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിൽ മനുഷ്യനാണ്, യഥാർത്ഥത്തിൽ മനുഷ്യനെന്നാണ് സൂക്കെ എന്ന് പറയുന്ന സോള്. അവൻ്റെ 2 ഭാഗങ്ങളെയാണ് മൂത്ത പുത്രനും ഇളയ പുത്രനുമായി കാണിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ആരായിരിക്കും ആദ്യം ജനിച്ചത്? ഇളയവനായിരിക്കുമോ മൂത്തവനായിരിക്കുമോ? മൂത്തവനാ അല്ലേ? മനുഷ്യ സൃഷ്ടിപ്പിൽ നിങ്ങൾ നോക്കുമ്പോൾ കാണാം, ഒരു ഭാഗത്ത് നിന്ന് ഭൂമിയിൽ നിന്ന് ദൈവം പൂഴിയെടുക്കുകയാണ്. 32:7 ആ പൂഴി കൊണ്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. ആരെ ഉണ്ടാക്കി? അവനാണ് മൂത്തവൻ. എവിടെ നിന്നാ ഉണ്ടാക്കിയേ? ഭൂമിയിൽ നിന്ന്, ജഡം മനുഷ്യൻ. തുടർന്ന് അവന്റെ മൂക്കിലേക്ക് സ്വർഗത്തിലെ ദൈവം ജീവശ്വാസം ഊതി. ഓൾറെഡി മനുഷ്യനാ, മനുഷ്യനിലേക്ക് അടുത്ത സ്റ്റെപ്പ്. ഓൾറെഡി ഒരുത്തനുണ്ടായി കഴിഞ്ഞു, മനുഷ്യനുണ്ടായി കഴിഞ്ഞു, അവനിലേക്ക് അടുത്തത് ഊതുകയാ. അതെവിടെന്നാ? ഭൂമിയിൽ നിന്ന്, സ്വർഗത്തിൽ നിന്നോ? സ്വർഗത്തിൽ നിന്ന് അല്ലേ? ഇളയവൻ. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ ഓൾറെഡി മനുഷ്യനുണ്ടായി, അതിനുശേഷം മനുഷ്യന്റെ സെക്കൻഡ് ലെവലിലേക്ക് എന്താ മാറി? ജീവനുള്ള ദേഹി, ചേട്ടനും അനിയനും. 32:7 വായിക്കാം. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട്. ശ്രദ്ധിച്ചേ, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട്, എവിടെ കൊണ്ട്? നിലത്തെ പൊടി, കാണുന്നത് കൊണ്ട്, ജഡികമായതുകൊണ്ട്, താൽക്കാലികമായതുകൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. ആരെ നിർമ്മിച്ചു? മനുഷ്യനെ നിർമ്മിച്ചു. കഴിഞ്ഞു. മനുഷ്യനെ നിർമ്മിച്ചിട്ട് അടുത്തത് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. സ്വർഗീയമായ തന്റെ ശ്വാസം ജഡികമായ ഈ മനുഷ്യനിലേക്ക്, സ്വർഗത്തിൽ നിന്നുള്ള വേറൊരു മിക്സ്. ഇളയവൻ. ജഡികമായതും ആത്മികമായതും, ജഡികമായതും ആത്മികമായതും. മനസ്സിലായോ? ഹല്ലേലൂയ. ഇനി ഈ മനുഷ്യനോട് ദൈവം കൽപ്പിച്ചെന്നറിയാമോ? നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ നീ മരിക്കും. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇച്ചിരി കടുപ്പമുള്ള സംഭവമാണ്. ദൈവം നിങ്ങൾക്ക് തുറക്കുന്നു, ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരൊക്കെയോ നിങ്ങൾ അർഹിക്കുന്നു. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ നീ മരിക്കും. ആദം കഴിച്ചോ ഇല്ലയോ? കഴിച്ചു. ആദം മരിച്ചോ? ഏതെങ്കിലും ശവോടൊക്കെ ഒന്നും ഞാൻ കണ്ടില്ലായിരുന്നല്ലോ. ഇന്നത്തെ കാലത്താണെങ്കിൽ ലൈവെങ്കിലും കാണായിരുന്നു. മൂത്തവൻ മരിച്ചില്ല, ഇളയവൻ മരിച്ചു. മനസ്സിലായോ? മൂത്തവൻ മരിച്ചില്ല, ഇളയവൻ മരിച്ചു. ദൈവം ഊതിയ ജീവനില്ലേ, അത് പോയി. ഇളയവൻ പോയി. മൂത്തവൻ അപ്പോഴും ഉണ്ട്. ആ മൂത്തവനാ ഈ ഇരിക്കണം മൊത്തം. മനസ്സിലായോ? ആ മൂത്തവനാ ഇരിക്കണം മൊത്തം. ഹല്ലേലൂയ. മുമ്പൻ, മുമ്പൻ, ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മുമ്പൻ. ഒടുക്കം പിമ്പനാകാൻ പോകുന്ന മുമ്പനായിരിക്കണം മൊത്തം.
യേശുവിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തില്ല, മുമ്പന്മാർ പിൻപന്മാരാകും. ഇളയവൻ മരിച്ചു. ഇതുകൊണ്ടാണ് പിതാവ് മകൻ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞത്, എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. അപ്പോഴും അവിടെയുണ്ട്, മൂത്തപുത്രൻ അവിടെ തന്നെയുണ്ട്. മൂത്തപുത്രൻ അവിടെ തന്നെയുണ്ട്. നീ വീണ്ടും ജനിച്ചപ്പോൾ നിന്റെ ജഡം അങ്ങനെ തന്നെ അവിടെ ഉണ്ട്. ശരിയാണോ അല്ലയോ? ശരിയല്ലേ? ഈ പഴയ ജഡം അവിടെ തന്നെയുണ്ട്. ഹല്ലേലൂയ. അവൻ ആരായിട്ട് കളിക്കുക? അവനാണ് അവകാശി. അവനാണ് അപ്പൻ്റെ അവകാശിയായിട്ട് കളിക്കുക. അവൻ അവിടെ തന്നെ ഉണ്ട്. ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞു പോണേ. ഹല്ലേലൂയ. പക്ഷേ ഇളയവൻ വീട്ടിലെത്തിയാൽ മൂത്തവന്റെ അവകാശത്തിൽ നിന്ന് അവൻ പുറത്തു പോകും. ഇളയവൻ വീട്ടിലെത്തിയാൽ നടക്കണം, തിരിച്ചു നടക്കണം. അതാണ് പ്രോസസ്. യേശുവിനെ അനുഗമിക്കുക. ഇതാണ് ദൈവക്രമം. 25 പ്രാവശ്യത്തിലധികം വിശുദ്ധ ബൈബിൾ ഇത് പറഞ്ഞിട്ടോ എന്റെ സഹോദരങ്ങളായ ക്രിസ്ത്യാനികളുടെ നല്ലൊരു പങ്കിന്റെയും കണ്ണ് കുരുടായിരിക്കുക. സ്തുതിക്കാനല്ല പറഞ്ഞത്, യേശുവെ അനുഗമിക്കാനാ പറഞ്ഞത്. നിന്റെ ജീവനുള്ള ശരീരത്തെ വിശുദ്ധിയോടുകൂടെ ദൈവത്തിന് കൊടുക്കാനാ പറഞ്ഞത്. ഹല്ലേലൂയ. അതിന് പകരം മുഖസ്തുതി പറഞ്ഞ് ദൈവത്തെ വീഴ്ത്തിക്കാൻ നോക്കുന്നു. ദൈവത്തിന്റെ വചനം പറ, ഈ ജനാതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. ഹൃദയമാ ദൈവം നോക്കുന്നത്. നീ വീണ്ടും ജനിച്ച ഇളയവൻ ഉൾത്തളത്തിൽ നടന്ന് വീട്ടിലെത്തിയാൽ ഇതുവരെയും അപ്പന്റെ അവകാശം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ജഡമനുഷ്യൻ അവൻ വീടിന് പുറത്ത്. ഇതാ യേശു പറഞ്ഞേ, ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുന്നു. ജഡമണ്ഡലത്തിൽ ലാഭം ഇല്ല. സ്പിരിറ്റ് ഗീവ്സ് ലൈഫ്. ആത്മമണ്ഡലമാണ് ലാഭം. ഹല്ലേലൂയ. എൻ്റെ പ്രിയ മക്കളെ, നിങ്ങൾ ഇത്രയും തിരിച്ചറിയുക. ഈ ഡീപ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞില്ലേലും ഇത്രയും തിരിച്ചറിയുക. ഇന്ന് ഈ ഓമനിക്കുന്ന ജഡമുണ്ടല്ലോ, ഇന്ന് ഈ അവകാശവും ചുവന്ന് നടക്കുന്ന ജഡമുണ്ടല്ലോ, നാളെ വട്ടപൂജ്യമാവും. ഒരവകാശം ഇല്ലാതെയായി പോകും. പക്ഷേ ഇന്ന് മക്കളെ, നമ്മൾ പലരും അവഗണിക്കുന്ന പുതിയ സൃഷ്ടിയുണ്ടല്ലോ ഉള്ളില്, ഇളയവൻ, അവൻ നാളെ അവകാശിയാവും. ഹല്ലേലൂയ. അതാണ് ചിത്രം കാണിക്കുന്നേ. അവൻ തിരിച്ചു വരുന്നു. എല്ലാ അവകാശങ്ങളും പുറത്തുള്ളവനെയാ. പക്ഷേ അവൻ വീട്ടിൽ കയറുന്നില്ല, അവൻ തീരുന്നു. ഔട്ട്. ഇതാ യേശു യോഹന്നാൻ 6:61 പറഞ്ഞേ, ജഡത്തിൽ ലാഭമൊന്നുമില്ല. മലയാളം ട്രാൻസ്ലേഷൻ അവിടെയും തെറ്റാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. താഴെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയില്ലേ, അവന് അവകാശമില്ല. എന്നാൽ വീണ്ടും ജനിച്ചില്ലേ ഇളയവൻ, അവനാണ് അവകാശം. ഹല്ലേലൂയ. അവനാണ് അവകാശം. 6:61 വായിച്ചേ. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഇതൊരു ബലഹീനമായ ട്രാൻസ്ലേഷനാ. ഇംഗ്ലീഷ് വായിച്ചാൽ ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. ഇന്ന് നമ്മൾ ഫ്ലഷും കൊണ്ട് എല്ലാം പ്രോഫിറ്റ് ഉണ്ടാക്കണം അല്ലേ? ഇത് വട്ടപൂജയായി പോകും. കാരണം ഇത് മരിച്ചു കഴിയുമ്പോൾ പിന്നെ എന്നെ ഉണ്ടായിട്ടെന്താ? വട്ടപൂജയായി പോകും. പ്രോഫിറ്റ് നത്തിങ്. ബട്ട് സ്പിരിറ്റ്, ഇളയവൻ, അവനാണ് ജീവൻ തരുന്നത്. അവന്റെ ഭാഗത്താണ് ജീവനുള്ളത്. അവനാണ് അവകാശി. അപ്പൊ ഈ പഴയവനോ, ഈ ശരീരമോ, ഈ രക്തമോ, ഇവന് അവകാശമില്ല. ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. വിശുദ്ധ ബൈബിളിലെ വചനമാണ്. 1 കൊരിന്ത്യർ 15:50 ഞാൻ ചിന്തിക്കുന്നു. എനിക്ക് ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. നീ വീടിന് പുറത്ത്. ആദത്തിന്റെ മക്കൾ വീടിന് പുറത്ത്, ക്രിസ്തുവിന്റെ മക്കൾ വീടിനകത്ത്.
ആദത്തിൽ എല്ലാവരും മരിക്കുന്നു, നീ പുറത്ത്. ആദത്തിൽ എല്ലാവരും മരിക്കുന്നു, നീ പുറത്ത്. ക്രിസ്തുവിൽ എല്ലാവർക്കും ജീവൻ പ്രാപിക്കാം, നീ അകത്ത്. ഹല്ലേലൂയ. വായിച്ചേ കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 15:22. അത് വായിച്ചു. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഒന്നാം ആദം മൂത്തവൻ, ഒടുക്കത്തെ ആദം ഇളയവൻ. ഒന്നാം ആദം ജഡം, അതാണ് അതിന്റെ 50 പറയുന്ന ജഡരക്തങ്ങളോ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. വായിക്കേ. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. മനസ്സിലായോ? ആദ്യം ഉണ്ടാക്കിയില്ലേ മൂത്തവൻ, അവന് ദൈവരാജ്യം കയറാൻ പറ്റൂല, അവൻ പുറത്തു പോകും അവസാനം. ഇന്ന് അവൻ തൽക്കാലത്തേക്ക് കൽപ്പനയും കൊണ്ട് നടക്കുക. നിന്റെ കൽപ്പനയൊക്കെ അനുസരിക്കുമായിരുന്നല്ലോ, പിന്നെ എന്താണ് കാര്യം? അവൻ കൽപ്പനയും കൊണ്ട് നടക്കുക. ജഡമനുഷ്യനാണ് കൽപ്പനകൾ കൊടുത്തേ, ആത്മമനുഷ്യന് കൽപ്പനകളല്ല, ആത്മാവിന്റെ നിയമമാണ്. ഹല്ലേലൂയ. അതാണ് ധൂർത്തപുത്രൻ. ആ അപ്പൻ മകൻ തിരിച്ചു വരുമ്പോ, മോൻ തിരിച്ചു വരുമ്പോ മൂത്ത മകൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അപ്പനോട്, ഇന്ന് വരെയും നിന്റെ കൽപ്പനകൾ ഞാൻ ലംഘിച്ചിട്ടില്ല. കൽപ്പനയും കൊണ്ട് നടക്കാം. എന്റെ കൂട്ടുകാരോടൊത്ത് സന്തോഷിപ്പാൻ. കൽപ്പന മാത്രമേ ഉള്ളൂ, ഹൃദയം മുഴുവൻ കൂട്ടുകാരെടുക്കല. എന്റെ കൂട്ടുകാരോടൊത്ത് സന്തോഷിപ്പാൻ. നീ എനിക്ക് ആട്ടിൻകുട്ടിയെ പോലും തന്നില്ല. എൻ്റെ മക്കളെ, ഇവിടെയാണ് കീ പോയിന്റ്. നിന്റെ സന്തോഷം കൂട്ടുകാരോടും നിന്റെ വീട്ടുകാരോടുമാണ് ആദ്യം, അതോ ദൈവത്തോടാണോ? ഇവിടെയാണ് വിഷയം. നിന്റെ സന്തോഷത്തിൽ ദൈവം മധ്യം ഉണ്ടാകണം. ദൈവം മധ്യം ഉണ്ടാകണം. ഹൃദയം മുഴുവൻ കൂട്ടുകാർക്കും നാട്ടുകാരുടെ ഇടയിൽ, അതൊക്കെ രണ്ടാമത് മതി. ഒന്നാമത്തെ കൽപ്പന എന്നും ഒന്നാമതാ. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നിന്റെ കൂട്ടുകാരെ സ്നേഹിക്കാനല്ല പറഞ്ഞേ, നിന്റെ ദൈവത്തെ സ്നേഹിക്കുക. അത് കഴിഞ്ഞിട്ടാണ് നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കേണ്ടത്. മനസ്സിലായോ? ഹല്ലേലൂയ. ശ്രദ്ധയോടെ ഈ ജീവിതം മുന്നോട്ടേക്ക് പോയിക്കൊള്ളണം. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ പ്ലാനറ്റ് കേൾക്കാത്തത് പലതും നിങ്ങൾ കേട്ടു. സത്യയോടെ മനസ്സിലാക്കുക, ചേട്ടനും അനിയനും നിന്നിൽ തന്നെ ഉണ്ട്. ചേട്ടനും അനിയനും നിന്നിൽ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. ചേട്ടൻ അവകാശം നിന്ന് പുറത്തു പോകും, ജീവിതാവസാനം വീട്ടിൽ നിന്ന് പുറത്തു പോകും. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയില്ല. എന്നാൽ അനിയൻ അവകാശത്തിലേക്ക് ജയിച്ചു കയറും. ഹല്ലേലൂയ. അവൻ ശിശുവാണ്. ശിശുവായിരിക്കുന്നിടത്തോളം അവൻ അവകാശത്തിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ശിശു ജയിച്ച ഒരു മകനായാൽ, ജയിക്കുന്നവൻ, അവനിത് അവകാശമായി ലഭിക്കും. അവൻ ദൈവത്തിന്റെ മകൻ. മനസ്സിലായോ? ഹല്ലേലൂയ. ഇത്ര ശ്രേഷ്ഠമേറിയ ഒരു പദവി ലഭിച്ചിട്ട് അത് ജഡരക്തങ്ങൾക്ക് വേണ്ടി കളയരുത്. ഹല്ലേലൂയ. ജഡരക്തങ്ങൾക്ക് വേണ്ടി കളയരുത്. നിങ്ങൾ വ്യക്തതയോടെ ഈ കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഹല്ലേലൂയ. ശ്രദ്ധയോടെ ഏറ്റെടുക്കുക. ഹല്ലേലൂയ. ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ. ഇത് നിങ്ങൾക്ക് വർഷങ്ങളെടുക്കും. ഇത് നിങ്ങൾക്കൊന്ന് അയവിറക്കി കിട്ടാനായിട്ട് ഉള്ളിലേക്ക് വർഷങ്ങളെടുക്കും ഈ സാധനം. ഈ പശുവൊക്കെ കിട്ടുന്നത് കഴിക്കും, പിന്നെ അങ്ങ് കുറച്ച് അതുകൊണ്ട് അയവിറക്കല. ഇത് വർഷങ്ങളെടുക്കും ഇത് അയവിറക്കി എടുക്കാൻ. ഹല്ലേലൂയ. ശരീരം പോകും. അവൻ അവകാശം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതുകൊണ്ട് പേടിക്കരുത്. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, 2 കൊരിന്ത്യർ 4:16 പറയുന്നത്, അവകാശം നഷ്ടപ്പെടുന്ന ഒരുവൻ ഞങ്ങളോട് കൂടെയുണ്ട്, പക്ഷെ അത് കണ്ട് ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. കാരണം അവകാശത്തിലേക്ക് വളർന്നു കയറുന്ന മറ്റൊരുവൻ ഞങ്ങളുടെ അകത്തുണ്ട്. അവകാശത്തിലേക്ക് വളർന്നു കയറുന്നത് ഞങ്ങളുടെ അകത്തുണ്ട്. പുറമെയുള്ളവന്റെ അവകാശം പോയിക്കൊണ്ടിരിക്കുക. പുറമെയുള്ളവൻ നാക്കിനാൽ ദ്രവിച്ച് 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 അവൻ അവകാശത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അകത്ത് വേറൊരുത്തനുണ്ട്, ഇളയവനുണ്ട്. ഈ ഇളയവൻ അവകാശത്തിലേക്ക് നാൾതോറും വർദ്ധിച്ചു കയറുകയാ. മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? ഇനി നിങ്ങളുടെ ഫോക്കസ് വേണ്ടത് ഇളയവനിലേക്കാണ്. ഇതുകൊണ്ട് അതേ വചനം പറയുന്നത്, പുതിയവൻ
പുതിയ സൃഷ്ടിയും പഴയവൻ ആദത്തിലുള്ള സൃഷ്ടിയുമാണ്. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇനി പഴയവനിലുള്ള അഗ്രചർമ്മവും വെള്ളയുടുപ്പും മീശവടിയും ഒന്നുമല്ല കാര്യം, ഇനി പുതിയ സൃഷ്ടിയാണ് കാര്യം. മനസ്സിലായോ? പുതിയ സൃഷ്ടിയാണ് കാര്യം. ആ പുതിയ സൃഷ്ടി വെളിപ്പെടണം, അവനാണ് അവകാശി. അപ്പൊ ഇത്രയും പറഞ്ഞ് ഞാൻ ഈ ഭാഗത്ത് നിന്ന് വരട്ടെ. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്, ഇതിന്റെ ഉറപ്പിക്കലൊക്കെ കുറേ ഉണ്ട്. പക്ഷേ അത് മൊത്തം താങ്ങാനുള്ള ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്കില്ല. ആ ഫൗണ്ടേഷൻ റെഡിയാകുമ്പോൾ ദൈവം കൂടുതലായിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഇനി ഞാൻ നിങ്ങളത് മനസ്സിലാക്കാൻ പോകുന്നത് ഇതിൻ്റെ അടുത്ത ഭാഗങ്ങളാണ്. ലോർഡ് ഐ ലവ് യു. ഇതിൻ്റെ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ സാറ്റർഡേ സൺഡേ മെസ്സേജുകൾ ശ്രദ്ധിക്കുക. ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും സാറ്റർഡേ സൺഡേ മെസ്സേജുകൾ ശ്രദ്ധിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് റെഡിയാകും. ഇതുമായുള്ള ബന്ധപ്പെട്ട് അഡ്വാൻസ് മറ്റൊരു ചിത്രമാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ ഇവിടെ കാണുന്നത്. ഓ ലോർഡ് ഐ ലവ് യു. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് ഇളയവനെയും കാണാം, മൂത്തവനെയും കാണാം. ഇതിന്റെ ടൈറ്റിൽ കണ്ടോ? നോടി നേരത്തെ മനുഷ്യനും നിത്യകാലത്തെ ദൈവ പുത്രൻ. മനുഷ്യൻ നൊടി നേരത്തേക്കേ ഉള്ളൂ. ഇതാ ബൈബിൾ പറയുന്നത്, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങും. നൊടി നേരത്തേക്കേ ഉള്ളൂ. ജഡരക്തവാ, മണ്ണിൽ നിന്ന് എടുത്ത് കുഴച്ചുണ്ടാക്കിയതല്ലേ ചേട്ടായിനെ. നമ്മൾ ചേട്ടായിയാണ് നമ്മളെന്ന് പറഞ്ഞ് നടക്കുക അല്ലേ? ചേട്ടായിനെ കൊണ്ട് നടക്കണേ, ആനത്തിൻ്റെതായി കൊണ്ട് നടക്കണേ. എന്നാൽ ക്രിസ്തുവിൻ്റെ തലമുറയെ നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലുമില്ല. ആദ്യത്തിൻ്റെ തലമുറയുടെ അന്വസ്ത്രായ നന്മകൾക്ക് വേണ്ടിയാണ് ക്രിസ്തുവിനെ ഉപയോഗിച്ച് മതം ഉണ്ടാക്കിയത്. ക്രിസ്തു മതം. ക്രിസ്തു ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ക്രിസ്തു മാർഗമാണ്, ക്രിസ്തു സത്യമാണ്, ക്രിസ്തു ജീവനാണ്, ക്രിസ്തു മതമല്ല. ഹല്ലേലൂയ. പിന്നെ നാട്ടുകാരെന്നെ വേണമെങ്കിലും വിളിച്ചോട്ടെ. അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്തുവെ അനുഗമിക്കുന്നവർക്കിട്ട ഇരട്ടപ്പേരാണ് ക്രിസ്ത്യാനികൾ. നാട്ടുകാരിട്ടതാ. നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്നാ വിളിക്കണ്ടേ? എന്തെങ്കിലും വിളിക്കണ്ടേ? ഇപ്പം ഞാനിങ്ങനെ നടക്കുമോ, എൻ്റെ പുറകെ കുറേ പേര് പോരുന്നു. എന്നെ ആളുകൾ ഷാജി എന്ന് വിളിക്കുന്നു, എൻ്റെ പുറകെ വരുന്നതിന് എന്നാ വിളിക്കും? എന്തെങ്കിലും പേര് വേണ്ടേ? അങ്ങനെ കുറേ നാൾ നോക്കിയപ്പോൾ ഈ ഷാജിയുടെ പുറകെ പോണ ആളുകൾ എന്തെങ്കിലും ഒരു പേര് വിളിക്കണ്ടേ? അപ്പോൾ അവർ പറഞ്ഞു ഷാജിയെ അനുഗമിക്കുന്നവർ. അപ്പോൾ വേറൊരുത്തം പറഞ്ഞു ഷാജിയാനികൾ. ഷാജിയാനികൾ, മനസ്സിലായോ? അങ്ങനെ ക്രിസ്തുവിൻ്റെ പുറകെ പോകുന്ന ആളുകളെ കണ്ടപ്പോൾ നാട്ടുകാരിട്ട ഇരട്ടപ്പേരാണ് ക്രിസ്തുവെ അനുഗമിക്കുന്നവർ, ക്രിസ്ത്യാനികൾ. അല്ലാണ്ട് അത് മതമായി മാറി. അല്ലാണ്ട് ഇത് മതം സ്ഥാപിക്കാൻ വന്നതല്ല യേശു. യേശു പിതാവിങ്കിലേക്കുള്ള ഏക വഴിയാണ്. പിതാവിങ്കിലേക്കുള്ള ഏക വഴി. ഇതാ യേശു പറഞ്ഞ വഴിയും സത്യവും ജീവനും ഞാനാവുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഡെസ്റ്റിനേഷൻ പിതാവാ. ഇന്നത്തെ ക്രിസ്തീയ ഗുണം പിതാവിനെ അങ്ങ് കട്ട് ചെയ്തു, ഔട്ട്. ഇതൊക്കെ ചെയ്യുന്ന പിശാച്. അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. അവൻ ഭയങ്കര സൂത്രശാലിയാലേ. അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി മുമ്പിൽ വന്ന് നിൽക്കോ, ദേവദാസിനെ ഒന്ന് തലേ കൈ വെച്ചേ. നല്ല ദേവദാസന്മാർക്ക് പോലും ഐഡിയ കിട്ടത്തില്ല. ഹല്ലേലൂയ. നല്ല ദേവദാസന്മാർക്ക് പോലും ഐഡിയ കിട്ടത്തില്ല. ഭയങ്കര തന്ത്രശാലിയല്ലേ ഇവൻ. ഒരിക്കലും പൗലോസും കൂട്ടരും ഇങ്ങനെ പോവാ സുവിശേഷം അറിയിച്ച്. ഒരു പാവ സ്ത്രീ, ഭയങ്കര ഭക്ത, അവള് വന്ന് മുമ്പേ പോയിട്ട് അവള് പറഞ്ഞു, ഇതാ അത്യുന്നതനായ ദൈവത്തിന്റെ രക്ഷാമാർഗം അറിയിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഈ വരുന്നത്. പൗലോസിന് സന്തോഷമായി. കൂട്ടത്തിൽ ആളെ കിട്ടി. ഒരു നല്ല ഒന്നാന്തരം വിശ്വാസി. നിങ്ങളെ പോലെ നല്ല കേട്ടോ, നല്ല വിശ്വാസി. നിങ്ങൾ പറഞ്ഞു നടക്കാറുണ്ടോ ഇതാ ഷാജി ജോസഫ് സത്യസന്ധമായ തിരുവചനം സംസാരിക്കുന്നതെന്ന്? ഇവളിങ്ങ വരുന്നതിന് മുമ്പ് തന്നെ വിളിച്ചു പറയുകയാണ്, സത്യസന്ധമായി ദൈവവചനം അറിയിക്കുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ ദേ വരുന്നു. ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അല്ല, ഇങ്ങനെ അങ്ങ് നടക്കോ. കുറെ നാളായപ്പോഴാ പൗലോസിന് പോലും പിടുത്തം കിട്ടിയേ ഇത് സാധനം വേറെയാണല്ലോ എന്ന്. മനസ്സിലായ? സാത്താൻ പോലും പ്രഭാപൂരമായ മാലാഖയുടെ വേഷമണിയും. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഈ സാധനങ്ങളെ ഹാൻഡിൽ ചെയ്യാനായിട്ട്.
ചിലപ്പോൾ വരുന്നത് സഹായം ചോദിച്ചിട്ടായിരിക്കും വരുന്നത്, ചിലപ്പോൾ വരുന്നത് പ്രാർത്ഥന ചോദിച്ചിട്ടായിരിക്കും വരുന്നത്. കുറച്ച് നേരം കഴിയുമ്പോഴാണ് ഇതൊക്കെ ദൈവത്തിന് നേരത്തെ അറിയാം. ദൈവദാസന്മാർക്ക് ഇത് അറിഞ്ഞു വന്നെങ്കിൽ കുറെ പരിചയം വേണം. പൗലോസ് തിരിച്ചറിഞ്ഞു, ഇത് സാധനം സാത്താനാണ്. ശാസിച്ചോ, ഗെറ്റ് ഔട്ട്. അന്ന് ആ ഭൂതം അവളെ വിട്ടുപോയി. ഹല്ലേലൂയ. മനുഷ്യരെ സൂക്ഷിച്ചുള്ള കർത്താവ് പറയും, മനുഷ്യരെ സൂക്ഷിച്ചു. മനുഷ്യരിലൂടെയാണ് പിശാച് കയറുന്നത്. സാത്താൻ പത്രോസിലൂടെ കയറാൻ നോക്കി യേശുവിൻ്റെ അടുക്കിലേക്ക്. ശ്രദ്ധിച്ചോളാം. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരൻ, നിങ്ങൾ ഈ സ്ക്രീനിലേക്ക് നോക്കിയാൽ നൊടി നേരത്തെ മനുഷ്യൻ ഇവനെ സൂക്ഷിച്ചോളാം. ഇവനിലൂടെയാണ് പിശാച് കയറുന്നത്. ഇതിനൊരു പെർസെൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ കൂടുതലും കയറുന്ന സ്ത്രീകളിലൂടെ ആയിരിക്കും, ചെറിയൊരു പെർസെൻറ്റേജ് പുരുഷന്മാരിലൂടെയും കയറും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ എവിടെയൊക്കെ ഭൂതമുള്ളവൻ കണ്ടിട്ടുണ്ടോ? എത്ര പുരുഷനെ ഭൂതമുള്ളവൻ കണ്ടിട്ടുണ്ടോ? എത്ര സ്ത്രീയെ ഭൂതമുള്ളവൻ കണ്ടിട്ടുണ്ടോ? ഒന്ന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. ഒരു 80% സ്ത്രീ ആയിരിക്കും, ഒരു 20% അറൗണ്ട് പുരുഷനായിരിക്കും. കാരണം പിശാച് കയറാൻ ഇഷ്ടപ്പെടുന്നത് പാപം നിറഞ്ഞവരും ഭയം നിറഞ്ഞവരും ബലഹീന പാത്രങ്ങൾ. ബൈബിൾ പറയാ സ്ത്രീജനം ബലഹീന പാത്രം. അതിലൂടെ കയറി വരും. ആദ്യ കുടുംബത്തിൽ കയറിയത് ഹവ്വയിലൂടെ കയറി. ശലോമോനെ നശിപ്പിച്ചത് സ്ത്രീകൾ, അവരുടെ ഭാര്യമാരാ. ലോകത്തിനെ നശിപ്പിക്കാൻ ശ്രമിച്ചത് ലോകത്തിന്റെ ഭാര്യയാ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ക്രിസ്തുവോട് പറഞ്ഞത്, ലോകത്തിന്റെ ഭാര്യയെ സൂക്ഷിച്ചു കൊള്ളണം, അവളെ സൂക്ഷിച്ചു കൊള്ളണം. ഹല്ലേലൂയ. യോബിനെ വീഴിക്കാൻ ശ്രമിച്ചത് ഒക്കെ ശ്രദ്ധിച്ചോ, സ്ത്രീജനം ബലഹീന മാത്ര. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും ഇട്ടിട്ടില്ല, ബൈബിളിൽ കണ്ട കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ബലഹീനമായതിനെ ആര് ബലപ്പെടുത്താൻ ശ്രമിക്കും? പിശാച് മോളിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കളിക്കാൻ എളുപ്പമായി, തലയാക്കി കൊണ്ടുവരിക, കളിക്കാൻ എളുപ്പമായി. പിന്നെ ദൈവപ്രവൃത്തികൾ മുന്നോട്ടേക്ക് പോകത്തില്ല. അതുകൊണ്ട് ഈ അന്ത്യനാളിൽ സൂക്ഷിച്ചു കൊള്ളണം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നൊടി നേരത്തെ മനുഷ്യനും നിത്യകാലത്തെ ദൈവപുത്രനും. ആ ടൈറ്റിൽ കണ്ടോ? എറ്റേണൽ മൊമെന്ററി മാൻ ആൻഡ് എറ്റേണൽ സൺ ഓഫ് ഗാഡ്. ഇനി താഴെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം. ആ ചിത്രം നിങ്ങൾ കാണുമ്പോൾ ഇതാ ഒരു ആരോ, യെല്ലോ കളറുള്ള മഞ്ഞ കളറുള്ള ഒരു ആരോ, അതിൽ സൺ ഓഫ് ഗോഡ് എന്ന് എഴുതിയിരിക്കുന്നു. പക്ഷെ അതിൻ്റെ തുടക്കത്തിൽ ഒരു നീല കളറുള്ള സ്റ്റാർട്ടിങ്. അവിടെ എഴുതിയിരിക്കുന്നു മാൻ, മനുഷ്യൻ. അതാരാന്നറിയോ? നമ്മുടെ കഥയിലെ മൂത്തവൻ. ആ നീല കളറുള്ള മൂത്തവന് അവന് ബർത്തും ഉണ്ട് ഡെത്തും ഉണ്ട്, അവന് ജനനമുണ്ട് മരണമുണ്ട്. ഹല്ലേലൂയ. അവന് ജനനമുണ്ട് മരണമുണ്ട്. നമ്മളിലേക്കൊക്കെ നോക്കിയേ, നമുക്കൊക്കെ എന്നാ ഉണ്ട്? ഹാപ്പി ബർത്ത്ഡേ ടു യു ഇല്ലായിരുന്നോ? ഇല്ലേ? കേക്കൊക്കെ മുറിച്ച ദിവസമൊക്കെ ഓർക്കണല്ലേ? വല്ലപ്പോഴും ഒക്കെ. ഇനി ഒരു ശവപ്പെട്ടിയുണ്ട്, ഓർത്തിരുന്നോ? മരണദിനോ ഉണ്ട്. അതാണ് മൂത്തവൻ. മനസ്സിലായോ? അതാണ് എഴുതിയേക്കണ, ജനനം മരണം. മൂത്തവനാ അവൻ. ഇന്നും അവൻ അവകാശിയൊക്കെയാ, പക്ഷേ അവനാണിന്ന് ദൈവത്തിന്റെ ഭൂമിയുടെ അവകാശമൊക്കെ പറഞ്ഞു നടക്കണേ. പക്ഷെ അവന്റെ അവകാശം മുഴുവൻ പോവും. മരണത്തോടുകൂടെ അവൻ വട്ടപൂജ്യമാവും. മനസ്സിലായോ? പലർക്കും പല ടൈപ്പാണ് അവകാശം. നമ്മുടെ രത്തൻ ടാറ്റയൊക്കെ ഭയങ്കരമായിട്ട് അവകാശമാക്കി, പക്ഷെ മരിച്ചപ്പോഴോ വട്ടപൂജ്യമല്ലേ? പിടുത്തം കിട്ടിയാ? മൂത്തവൻ വട്ടപൂജ്യ, അവൻ വീട്ടിന്റെ വെളിയിൽ പോകും. ജഡരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കത്തില്ല, വെളിയിൽ പോകും. ഹല്ലേലൂയ. എന്നാൽ മൂത്തവന്റെ ഉള്ളിൽ യേശു ക്രിസ്തുവിലുള്ള പുതിയ ജനനത്തിലൂടെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഇളയവനുണ്ട്. അവനാണ് പുതിയ സൃഷ്ടി. ശ്രദ്ധിക്കണ്ടോ? അവനാണ് ഈ മഞ്ഞ കളർ. അവനാണ് ദൈവപുത്രൻ. അവന്റെ ജീവിതം പോടെ പോകും നോക്കിയേ. അവന് ജനനം മാത്രമേ ഉള്ളൂ, മരണമില്ല. മനസ്സിലായോ? അവൻ ശിശുവായി, സഭ എന്ന സ്ത്രീയുടെ ഉള്ളിൽ ശിശുവായിരിക്കും. ശിശുവായിരിക്കുമ്പോൾ അവൻ യജമാനനാണ്, അവകാശിയാണ്, അവൻ യജമാനാണ്, പക്ഷെ അവകാശം കിട്ടില്ല. പക്ഷെ ശിശുവായിരിക്കുന്ന ആ ഉദരത്തിലുള്ള കുഞ്ഞ്, ഇതാ നിങ്ങളുടെ ഉദരത്തിൽ കുഞ്ഞുണ്ട്, പക്ഷേ ഭർത്താവിൻ്റെ ഒരവകാശവും കുഞ്ഞിന് കിട്ടില്ല. കാരണം കുഞ്ഞിനത് കിട്ടണമെങ്കിൽ കുഞ്ഞ്
9 മാസം അവിടെ വളർന്ന് പുറത്തേക്ക് ജയിച്ചിറങ്ങണം. ചാവിള്ളയായ കിട്ടില്ല. ജയിച്ചിറങ്ങിയാൽ ആ കുഞ്ഞ് നിങ്ങളുടെ ഭർത്താവിന്റെ അവകാശത്തിലേക്ക് കയറും. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ ഇന്ന് സഭ എന്ന സ്ത്രീയുടെ വയറിന്റെ ഉള്ളിൽ പുതിയ സൃഷ്ടിയിൽ നാം വളർന്ന് ജയിച്ച് പുറത്തിറങ്ങിയാൽ ഞാനും നിങ്ങളും അവകാശത്തിലേക്ക് കയറും. ഇതാ ദൈവവചനം അവസാനം വെളിപ്പാട് 27 പറയുന്നത്, ജയിക്കുന്നവന് ആർക്ക് ഇത് അവകാശമായി കിട്ടും. മനസ്സിലായോ? ഇത് അവകാശം, ദൈവത്തിന്റെ അവകാശത്തിലേക്ക് വരികയാണ്. അവൻ ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശിയുമായി തീരും. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, എന്റെ മക്കളെ, ഇത് സ്വർഗീയ വിളിയുടെ ഓഹരിയാ. ഭൂമിയിലെ എന്തെങ്കിലും കിട്ടുന്നതുകൊണ്ട് ഒതുങ്ങരുത്. ഇത് സ്വർഗീയ വിളിയുടെ ഓഹരിയാ നമുക്ക് കിട്ടുന്നത്. ഭൂമിയിൽ ദൈവം തന്നതൊക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. ഒരു സ്ഥലത്തും ഒരിടത്തും പിശാചിന് ഇടം കൊടുക്കരുത്, അവന്റെ ആളുകൾക്ക് ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. അത് പിശാചിന്റെ ആണ്, അവന്റെ ആളുകളാണെന്ന് തിരിച്ചറിഞ്ഞ പൗലോസ് എന്ത് ചെയ്തോ അത് തന്നെ ചെയ്യണം. ഗെറ്റ് ഔട്ട്. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഒന്നും മനുഷ്യന്റെ ഇഷ്ടപ്രകാരം മൂവ് ചെയ്യരുത്, എല്ലാം ദൈവ ഇഷ്ടപ്രകാരം മൂവ് ചെയ്യണം. അപ്പോ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ കാണുന്ന കാഴ്ചയിൽ ഈ ചെറിയ ഈ ബ്ലൂ കളറുള്ള ഭാഗമാണ് ആദത്തിന്റെ വംശപരമ്പര, മൂത്തവൻ. ഇതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് ഒന്നാം മാദവും ഒടുക്കത്തെ ആദവും. ഒന്നാം മാദമാണ് മൂത്തത്. ഫസ്റ്റ് കൊറിന്ത്യൻ അതിൻ്റെ 15-45 ഭാഗങ്ങളിൽ നമുക്കത് കാണുവാൻ പറ്റും. 40 താഴേക്ക് വായിക്കുമ്പോൾ വായിച്ചേ. ഒന്നാം മനുഷ്യനായ 15:45 ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒന്നാം മനുഷ്യൻ. അപ്പൊ ഒന്നാം മനുഷ്യൻ എന്ന് പറയുമ്പോ അപ്പൊ വേറെ ആരുണ്ട്? രണ്ടാമത്തതുണ്ട്. ആ രണ്ടാമത്താണ് ഒടുക്കത്തത്. മനസ്സിലായോ? ഹല്ലേലൂയ. ഇത് മനുഷ്യന്റെ ഉള്ളിലെ 2 സൃഷ്ടിപ്പ്. ഒന്ന് ഭൗമികമായതും ഒന്ന് സ്വർഗീയമായത്. മരിച്ചുപോയത് സ്വർഗീയമായതാ, ഭൗമികമായതല്ല. എന്നാൽ ഭൗമികമായത് മരണത്തിന് കീഴിലേക്ക് പൊക്കൊണ്ടേയിരിക്കും, ഡേ ബൈ ഡേ. ഹല്ലേലൂയ. ഈ ജീവിത അവസാനം ദൈവ കുടുംബത്തിൽ നിന്ന് പുറത്തേക്കും നിൽക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത് വ്യക്തതയോടെ എടുക്കുക. താഴേക്ക്. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഒടുക്കത്തെ ആദം ഇളയവൻ ജീവിപ്പിക്കുന്ന ആത്മാവായി. ആ ആത്മാവിലാണ് നമ്മുടെ ഉള്ളിൽ, ആ ക്രിസ്തുവിലാണ് നമ്മുടെ ഉള്ളിൽ മരിച്ചുപോയവനെ വീണ്ടും ജനിപ്പിക്കുന്നത്. അതിന്റെ പേരാണ് വീണ്ടും ജനനം. മനസ്സിലാവുന്നുണ്ടോ? മരിച്ചതിനെ വീണ്ടും ജനിപ്പിക്കുന്നു. അവനാണ് അവകാശി. അവൻ ഇനി മരണമില്ല. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചോളാണ്. ഹല്ലേലൂയ. ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചോളാം. എല്ലാ ദൈവിക കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കണം, നമ്മളെ ഏൽപ്പിച്ചതും സൂക്ഷിക്കണം. ദുഷ്ടൻ ഒരു ഭാഗത്ത് ഇടം കൊടുക്കരുത്. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഈ ഒരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കി. ഇനി ഈ പഴയവൻ എന്ത് സംഭവിക്കും, പുതിയവൻ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുക. ഇതാ നിങ്ങൾക്ക് കാണാം, ചേട്ടായിയെയും അനിയനെയും. മനസ്സിലായോ? ഏദനില് മനുഷ്യൻ മരിച്ചു. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ മനുഷ്യൻ മരിച്ചിട്ടൊന്നുമില്ല. കാരണം ചേട്ടായിയാണ് നമ്മൾ കാണുന്നത്. ഇളയവൻ മരിച്ചുപോയി. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാൾ നീ മരിക്കും. ദൈവം പറഞ്ഞ് സംഭവിച്ചു, മരിച്ചു. ഇളയവൻ മരിച്ചുപോയി. ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു. മനുഷ്യനിൽ ദൈവിക ജീവനില്ല, മരിച്ചുപോയി. തുടർന്ന് മനുഷ്യന്റെ ജഡരക്തമാണ് ഈ ജീവിച്ചു പോണേ. ഇതുകൊണ്ടാണ് കർത്താവായ യേശു പറഞ്ഞത്, ജഡത്താൽ ജനിച്ചത് ജഡമാണ്, ആത്മാവാൽ ജനിച്ചത് ആത്മാവാ. ജഡത്താൽ ജനിച്ചത് ചേട്ടായി, ആത്മാവാൽ ജനിച്ചത് അനിയൻ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത് പറഞ്ഞത് നിക്കോദിമോസിനോടാ. യോഹന്നാൻ 3 അധ്യായം അതിൻ്റെ 6 ഞാൻ ചിന്തിക്കുന്നു. അല്ലെങ്കിൽ നോക്കിയൊന്ന് വായിച്ചേ. യോഹന്നാൻ 3:6. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ജഡത്താൽ ജനിച്ചത് ജഡമാണ്.
ഹല്ലേലൂയ. അപ്പൊ ജഡം എന്തിനു ജനിപ്പിക്കും? ജഡത്തെ ജനിപ്പിക്കും. അതാണ് ചേട്ടായിമാരുടെ ജന്മം. അപ്പൊ നമ്മുടെയൊക്കെ ജന്മം അതാ. നമ്മളൊക്കെ ജഡത്തെ ജനിച്ചതല്ലേ, അമ്മയുടെ വയറ്റിൽ നിന്ന് അല്ലേ? ജഡത്താ ജനിച്ച് ജഡമാണെന്നേ. ഇതാ കർത്താവ് പറഞ്ഞ, സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയ യോഹന്നാനാ. പക്ഷേ ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും ഇതിനേക്കാൾ വലിയവനാ. അതാണ് ആത്മാവിൽ ജനിച്ചവർ. ഹല്ലേലൂയ. അപ്പൊ ജഡത്താൽ ജനിച്ചവരാ നമ്മളൊക്കെ. നമ്മുടെ ഫോക്കസും അങ്ങോട്ടേക്കാ നിൽക്കണേ അല്ലേ? ജഡത്താൽ ജനിച്ചത്. അപ്പൊ ഇവിടെ നമ്മുടെ ഫോക്കസ് പോകേണ്ടത് ഇനി ജഡത്താൽ ജനിച്ചതിലേക്കല്ല, ആത്മാവ് ജനിച്ചതിലേക്കാണ്. വായിച്ചേ, ജഡത്താൽ ജനിച്ച ജഡം, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. കണ്ടോ? രണ്ടും കൂടി ഒരുമിച്ച് കയറി പോണുണ്ടോ? ഹല്ലേലൂയ. ചേട്ടായി അനിയനും നമ്മുടെ ഉള്ളിൽ ഇത് രണ്ടും ഉണ്ട്. ഇത് രണ്ടും ഉണ്ട്. ചേട്ടായി പുറത്തും അനിയനകത്തും. ചേട്ടായി ദ്രവിച്ചുകൊണ്ടിരിക്കണം. ചേട്ടായി ശാപത്തിന്റെ കീഴിലാ, ദ്രവിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അനുദിനം ദ്രവിക്കുകയല്ലേ? ബലഹീനമായി പോണു. പല പല വിഷയങ്ങൾ. കണ്ണ് കാണുന്നില്ല, തലമുടി നരയ്ക്കുന്നു, മുട്ട് മടങ്ങുന്നില്ല, അയ്യോ നിൽക്കാൻ പറ്റണില്ല. ചേട്ടായി ദ്രവിക്കുക. മനസ്സിലാക്കിയോ? എന്തുകൊണ്ടാ മോനെ മോളെ നിനക്ക് അകത്ത് അനിയനെ ശക്തിപ്പെടുത്താത്ത? അത് പറഞ്ഞു തരാൻ ഇടയനില്ല അല്ലേ? ഹല്ലേലൂയ. ഇത് വളരുന്ന സത്യം നീ അറിയുമ്പോൾ സത്യത്തിന്റെ സ്വതന്ത്രമാക്കുന്നേ. സത്യം നീ അറിയുമ്പോൾ സത്യത്തിന്റെ സ്വതന്ത്രമാക്കുന്നേ. ഹല്ലേലൂയ. ഒരിക്കലും യേശുവിനെതിരെ ഈ പള്ളിക്കാർ പ്രസംഗകരെ കൂടെ തിന്മ നിരൂപിച്ചു. ഇവൻ ചതിയനാണ്, ഇവൻ ചുങ്കക്കാരുടെയും ബാബിളുടെ സ്നേഹിതനാണ്, നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ്, റോമാ ഗവൺമെന്റിനെതിരെ ഇവൻ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. ചേകവരെ അയച്ചു, പടയാളികളെ അയച്ചു പിടിച്ചോണ്ട് വരാൻ. പടയാളികൾ പോയി യേശുവിനെ പിടിക്കാൻ പടയാളി ചെന്നപ്പോഴാണ് യേശു പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യേശുവിന്റെ പ്രസംഗം കേട്ട് അവർ ഇരുന്നു പോയി. അവസാനം യേശുവിനെ പിടിക്കാൻ തിരികെ വന്നപ്പോ പരീശന്മാർ ചോദിച്ചു, എവിടെ യേശു? അപ്പൊ അവര് പറഞ്ഞു, പടയാളികൾ പറഞ്ഞു, ഈ മനുഷ്യൻ പ്രസംഗിക്കുന്നത് പോലെ ഇതുവരെ ആരും പ്രസംഗിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ല. അതായത് ഈ മനുഷ്യൻ നല്ല മനുഷ്യനാ, എന്തിനാ അയാളെ പിടിക്കാൻ അയച്ചേ? ഇതുപോലെയൊന്നും ആരും പ്രസംഗിച്ച് കേട്ടിട്ടില്ല. ഉടനെ പരീശന്മാർ ചോദിച്ചു പടയാളികളോട്, നിങ്ങളും തെറ്റിപ്പോയോ? ന്യായപ്രമാണം അറിയാത്ത ജനം ശപിക്കപ്പെട്ടവൻ എന്നാര് പറഞ്ഞു? പ്രസംഗകര്, പള്ളിക്കാര്. അപ്പൊ ഇതിന്റെ കൂടെ യേശുവിന്റെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേരാണ് നിക്കോദിമോസ്. ഈ പുള്ളിയെ രാത്രിയിൽ യേശുവിനെ കാണാൻ വന്നേ. അപ്പൊ ഇവരെന്തിനെ കുറിച്ച് തർക്കിച്ചേ? ന്യായപ്രമാണം അറിയാത്തവർ ശപിക്കപ്പെട്ടവരെന്ന്. അപ്പൊ ഈ പുള്ളി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതെ, നമ്മുടെ ന്യായപ്രമാണത്തിൽ ഒരുവൻ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാതെ അവനെ കുറ്റം വെക്കില്ലല്ലോ. ഇത് യേശു എന്താ പറഞ്ഞത് നമ്മളൊന്നും കേട്ടിട്ടില്ല ഇതുവരെ. ഇവര് യേശുവിനെ കുറിച്ച് പറയണതല്ലേ കേട്ടിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ഇത് പറയണ അസൂയ കൊണ്ടാണെന്ന് എനിക്കറിയാം. അത് പറഞ്ഞില്ല, അകത്തുണ്ട്. മനസ്സിലായ? അപ്പൊ ഉടനെ പറഞ്ഞു, നീയും അവന്റെ കൂട്ടത്തിലുള്ള ആളാണോ? ഹല്ലേലൂയ. നീയും അവന്റെ കൂട്ടത്തിലുള്ള ആളാണോ? അപ്പൊ യേശുവിനെ ആര് സപ്പോർട്ട് ചെയ്താലും ഇവരെ എതിർക്കും. ഹല്ലേലൂയ. പള്ളിക്കാരെ എതിർക്കും. അപ്പൊ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധയോടെ മനസ്സിലാക്കുക, നമ്മൾക്ക് രണ്ട് ജീവിതമുണ്ട്. ഈ രണ്ടും അങ്ങോട്ടും കൂടെ ആർഗ്യൂ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ ഉള്ളിൽ. ചേട്ടനും അനിയനും കൂടെ എപ്പോഴും പ്രശ്നമാണ്. ഹല്ലേലൂയ. അനിയൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും, ചേട്ടനെ അടിച്ചു കയറാൻ വരും. ഓരോ പ്രാവശ്യം ചേട്ടൻ അടിക്കുമ്പോൾ അനിയൻ ഒഴിഞ്ഞു മാറും, ചേട്ടൻ മരിക്കും. ഓരോ പ്രാവശ്യവും ചേട്ടൻ അടിക്കുമ്പോൾ അനിയൻ ഒഴിഞ്ഞു മാറും, ചേട്ടൻ മരിക്കും. അനിയൻ തിരിച്ചടിക്കാൻ പോയാൽ അനിയൻ മരിക്കും, അനിയൻ ഒഴിഞ്ഞു മാറിയ ചേട്ടൻ മരിക്കും. ഇതാണ് രസം. അനിയൻ തിരിച്ചടിക്കാതിരുന്നാൽ ചേട്ടൻ മരിക്കും, അനിയൻ അടിക്കാൻ പോയാൽ അനിയൻ മരിക്കും. ഹല്ലേലൂയ. മരിക്കുക ബലഹീനമാകും. ഹല്ലേലൂയ. അനിയൻ അടിക്കരുത്. അനിയൻ എന്ത് ചെയ്യണം? ഒഴിഞ്ഞു മാറിക്കോളണം. അനിയൻ ഒഴിഞ്ഞു മാറിയാൽ ചേട്ടൻ മരിക്കും. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ഈ ചേട്ടനാണ് നമ്മുടെ ശത്രു. നമ്മുടെ സ്വയത്തെ പവർഫുള്ളാക്കി നിർത്തിയിരിക്കുക. ശ്രദ്ധിച്ചോ? ഇനി മനസ്സിലാക്കുക, ഇവർ രണ്ടുപേരുടെ ആ മൂവ്മെന്റ്. ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചു ഈ ഭൂമിയിൽ. അതായത് ജഡത്താൽ ജനിച്ച ജഡമാണ്.
അതിന് അനിയന്മാർ ജനിക്കുന്നില്ല ഇവിടെ, സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നില്ല. ജഡത്താൽ ജനിച്ചത് ജഡം. ഇപ്പം നമ്മുടെയൊക്കെ ജനനം നോക്കിക്കോ, ഇതാ ജനിച്ചു, വർഗീസ് ജനിച്ചു, കൊച്ചു കുഞ്ഞായിട്ട് ജനിച്ചു, അല്ലെങ്കിൽ മിനി ജനിച്ചു, കൊച്ചു കുഞ്ഞായിട്ട് ജനിച്ചു. ഇവിടെ നോക്കുന്നുണ്ടോ നിങ്ങൾ? ഇനി ആ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അവൻ അവകാശിയൊക്കെ ആയിട്ട് ജനിച്ചേ, പക്ഷേ ഒരു 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 ജഡ്ജ്മെൻ്റ്, ഒരു വെർഡിക്റ്റ് അവൻ്റെ തലയ്ക്ക് മുകളിലുണ്ട്. നീ എത്ര അവകാശിയായാലും നിന്റെ അവകാശം എല്ലാം വട്ടപൂജ്യമാവും. എപ്പോ? മരണത്തോടെ. ഒരു വെർഡിക്റ്റുമായിട്ട് ജനിക്കണേ. ഇതാണ് ദൈവവചനം പറയുന്നത്. മനുഷ്യവർഗത്തിന് വിരോധമായ കയ്യെഴുത്ത്, ജഡരക്തത്തിന് വിരോധമായ കയ്യെഴുത്താ കിടക്കണേ. മനുഷ്യൻ മരിക്കണം, അവന്റെ സോള് മരിക്കണം, അവന്റെ ജഡം മരിക്കണം, എല്ലാം മരിക്കണം. ഇതാണ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നമ്മുടെ സോള് മരിക്കേണ്ട സ്ഥാനത്ത് അതിനെ നീക്കിക്കളഞ്ഞു. മനുഷ്യർക്ക് വിരോധമായ കയ്യെഴുത്തിനെ നീക്കിക്കളഞ്ഞു. എവിടെ നിന്ന്? സോളിന്റെ ഭാഗത്തുനിന്ന്. പക്ഷെ ജഡം വീണ്ടും മരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അവൻ അങ്ങനെ ഇറങ്ങിയിരിക്കുക. അവൻ ഈ രാജാവാകട്ടെ, റിക്ഷ ഓടിക്കുന്നവന്റെ മകനാകട്ടെ, ആരും ആയിക്കോട്ടെ, ശ്രദ്ധിച്ചേ, അവൻ ഡെത്ത് എന്ന, മരണം എന്ന വെർഡിക്റ്റുമായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. അവൻ അറിയുന്നില്ല ഇതൊന്നും, ഞാൻ മരിക്കണമെന്ന്. പകരം അവനൊരു ഭാവി ഉണ്ടാക്കാൻ പോവുക. ഈ ലോക സിസ്റ്റപ്രകാരം ഒരു ഭാവി. നഴ്സറി, ഞങ്ങളുടെ കാലത്ത് നഴ്സറി പോലും ഇല്ലെന്ന് തോന്നുന്നു, 1ാം ക്ലാസ്സാണ്. അതിനുശേഷം നഴ്സറി, ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ LKG UKG അല്ലേ, അതിലൂടെ തുടങ്ങുക. ലോക സിസ്റ്റത്തിൽ ഭാവി ഉണ്ടാക്കാൻ പോവുക. അങ്ങനെ ലോക സിസ്റ്റത്തിൽ ഭാവി ഉണ്ടാക്കാനായിട്ട് അവൻ പഠിച്ചു, അവൻ വളർന്നു. അവൻ പലതും പഠിച്ചു. അവൻ അനാറ്റമി പഠിച്ചു, അവൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിച്ചു, അവൻ സൈൻ തീറ്റയും കോസ് തീറ്റയും കൊസീക്കൻ തീറ്റയും പഠിച്ചു, അവൻ IELTS പഠിച്ചു, പലതും. അവൻ MBBS പഠിച്ചു, ഇതാ MD പഠിച്ചു, LLB പഠിച്ചു, ഇതാ അങ്ങനെ പലതും പഠിച്ചു. ഈ ലോകത്തിലെ പല പ്രൊഫഷനിലേക്കും കയറി. ഒരു കാര്യമില്ല. കാരണം നിന്റെ തലയ്ക്ക് മുകളിലിരിക്കുന്ന എന്നാന്നറിയാം? മരണം. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇരുളിലിരിക്കുന്ന ദേശം, മരണ നിഴലിന്റെ താഴ്വരയിൽ ഇരിക്കുന്ന ജനം. നിഴൽ എന്തിന്റെ നിഴലാ? തെങ്ങിന്റെ നിഴലല്ല, റബ്ബറിന്റെ നിഴലല്ല, പ്ലാവിന്റെ നിഴലല്ല. ദൈവവചനം പറയുന്നു മരണ നിഴലിന്റെ താഴ്വര. അപ്പൊ ഇവന്റെ മുകളിൽ എന്താ നിൽക്കണേ? മരണം. അതിന്റെ നിഴലിൽ ഇരിക്കുക. ആര്? അവകാശി. ഏതവകാശി? താൽക്കാലിക അവകാശി. അവന്റെ എല്ലാ അവകാശവും തീരും. ചേട്ടായി അവിടെ ഇരിക്കുക. ചേട്ടായി മൊത്തം എവിടെയാ? ധൂർത്തപുത്രന്റെ കഥ വായിക്കുമ്പോൾ അറിയാം, ചേട്ടായി മൊത്തം വയലില. ഹല്ലേലൂയ. മൊത്തം വയലില. മാത്രമല്ല കയ്യില് അപ്പന്റെ കമാൻഡ്മെന്റ് ഉണ്ട്. ഹല്ലേലൂയ. മറ്റവൻ അകത്ത് കയറിയപ്പോഴും ചേട്ടായി വയലില, മൊത്തം പണിയിലെ തിരക്കില. ശ്രദ്ധിക്കുക, അവൻ വളരുക, ചേട്ടായി ഇങ്ങനെ വളർന്നു കയറുക. ജഡരക്ത മനുഷ്യൻ. ഇനി അങ്ങനെ ചേട്ടായി വളർന്ന് കണ്ടോ? ചേട്ടായി വളർന്ന് നീല കളർ മനുഷ്യൻ കണ്ടോ? വളർന്ന് ചേട്ടായി നേരെ വന്ന് എൻഡ് കണ്ട അവസാനിച്ച് ശവപ്പെട്ടി കാണിച്ചു. അത് മരണത്തെ കാണിക്കണം. ചിലപ്പോൾ ശവപ്പെട്ടി കിട്ടിയാലായി, ചിലർക്ക് കിട്ടാറുമില്ല. ശ്രദ്ധിച്ചേ, അവസാനം സ്റ്റാർട്ട്, ഈ കൊച്ച് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു, അവസാനം ഇവിടെ വന്ന് അവസാനിച്ചു. എന്താ അവകാശി? എന്തുണ്ടായിട്ടെന്താ? ചേട്ടായിക്ക് എന്തുണ്ടായിട്ടെന്താ? അല്ലേ? ഒരു കാര്യം മനസ്സിലാക്കണം, ചേട്ടായിക്ക് ഉള്ളതും നല്ലതാ. കാരണം ചേട്ടായിക്ക് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാം, സമയം സേവ് ചെയ്യുക. അതുകൊണ്ട് മനസ്സിലായോ? ശ്രദ്ധിച്ചേ. എന്നാൽ മനസ്സിലാക്കിക്കൊള്ളാം, അവകാശം മുഴുവൻ നിനക്ക് നഷ്ടപ്പെടും. ഒക്കെ നഷ്ടപ്പെടും. എന്തുണ്ടായാലും അതൊക്കെ നഷ്ടപ്പെടും. നിന്റെ ശരീരം പോകുന്നതോടുകൂടെ ആ ശരീരത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാം പോകും. മോൻ വന്ന് അല്ലെങ്കിൽ മോള് വന്നിട്ട് പറയും, ഇതാ അപ്പൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ്. അപ്പൻ്റെ പേരങ്ങ് വെട്ടിയിട്ട് എൻ്റെ അങ്ങ് എഴുതുമോ? അടുത്ത തലമുറ കയറി. അവരുടെയും ഗതി ഇത് തന്നെ. കുറച്ച് നാളത്തേക്ക് അവകാശി എന്ന് പറഞ്ഞൊക്കെ നിൽക്കാം. അത് കഴിഞ്ഞാൽ അതുമില്ല, എല്ലാം പോയി. ചേട്ടായിയുടെ ലൈഫാണത്. എല്ലാം
ഡെത്ത് കാൻഡിഡേറ്റ്സ് ആണ്. മരണം എല്ലാത്തിനും പിടികൂടും. നിങ്ങൾക്കറിയാമോ, ശലോമോൻ എന്ന് പറയുന്നത് ലോക സാമ്രാട്ടായിരുന്ന ജ്ഞാനിയായിരുന്നു, ലോകജ്ഞാനിയായിരുന്ന വ്യക്തി ജീവിതം വെറുത്തു. സമപ്രസംഗിയുടെ പുസ്തകം വായിക്കുമ്പോൾ അതിലെഴുതിയിരിക്കുക, ഞാൻ ഈ ജീവിതം വെറുക്കുന്നു, കാരണം ഞാൻ അധ്വാനിക്കുന്നത് ഒന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഇതിനു വേണ്ടി കൈപോലും അനക്കാത്തവനെ ഞാൻ ഇട്ടിട്ട് പോണത് മുഴുവൻ, ഞാൻ നേടിയ ജ്ഞാനവും ആകാശത്തിന്റെ കീഴിൽ ഞാൻ അധ്വാനിച്ചത് മുഴുവൻ ഒന്നും ചെയ്യാത്ത ഒരുവന് വിട്ടിട്ട് പോകേണ്ടി വരും. വെറും മായ മായ മായ. ഞാൻ ഈ ജീവിതം വെറുക്കുന്നു. എന്താ കാര്യം? നമ്മൾ വെറുക്കാത്തതിൻ്റെ കാര്യം എന്താ? നമ്മൾ ഇതൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല. നമ്മൾ കുരുടന്മാരല്ലേ? കാരണം ശലോമോനെ സംബന്ധിച്ച് ആ കാഴ്ച ഗിഫ്റ്റായിട്ട് കിട്ടിയതാ. ജ്ഞാനം ഗിഫ്റ്റായിട്ട് കിട്ടിയപ്പോൾ അധികം ചിന്തിക്കാൻ തുടങ്ങി. സൂര്യന്റെ കീഴിലെ അധ്വാനം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ ജ്ഞാനം പൂർണ്ണമല്ല കേട്ടോ. ക്രിസ്തുവിന്റെ ജ്ഞാനമാണ് പൂർണ്ണം. അതാണ് ദൈവത്തിന്റെ ജ്ഞാനം. എന്നാൽ ക്രിസ്തു അതിനെ ഡിവൈഡ് ചെയ്തിട്ട് പറഞ്ഞു. ശലോമോൻ പറഞ്ഞ ശരിയാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് എങ്ങനെ പറഞ്ഞെന്നറിയാമോ? ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. അതാ ശലോമോൻ പറഞ്ഞേ, ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. ഇത് കണ്ടിട്ടാണ് ശലോമോൻ പറഞ്ഞത്, എന്ത് പ്രയോജനം എടുക്കണം അധ്വാനിച്ചിട്ട്, എന്ത് പ്രയോജനം എടുക്കണം അധ്വാനിച്ചിട്ട്. പക്ഷെ ശലോമോനെ അനിയനെ കാണാൻ പറ്റിയില്ല. ശലോമോനെ അനിയനെ കാണാൻ പറ്റിയില്ല. പക്ഷെ യേശു അനിയനെ കണ്ടിട്ട് പറഞ്ഞു, സ്പിരിറ്റ് ഗീവ്സ് ലൈഫ്. ചേട്ടായിയുടെ ഭാഗത്ത് ഒരു ലാഭവും ഇല്ല. സത്യമാണ്, ശലോമോൻ പറഞ്ഞ സത്യമാണ്. പക്ഷേ അനിയന്റെ ഭാഗത്ത് വമ്പൻ ലാഭമാണ്. വീണ്ടും വീണ്ടും നിങ്ങൾ ഇത് കേൾക്കുന്നത് ഫേസ്ബുക്കിലുണ്ടാവും, യൂട്യൂബിലുണ്ടാവും, വീണ്ടും വീണ്ടും കേൾക്കുക. അനിയന്റെ ഭാഗത്ത് വമ്പൻ ലാഭമാ. യേശു അറിയുന്ന ശലോമോൻ അറിയുന്നില്ല. ശലോമോൻ ജഡമണ്ഡല കാണുന്നേ. യേശു മനുഷ്യന്റെ ചേട്ടനെയും അനിയനെയും അവന്റെ ജഡമണ്ഡലത്തെയും ആത്മമണ്ഡലത്തെയും ഒരുമിച്ച് കാണുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ജഡത്താൽ ജനിച്ച ജഡമാണ് ചേട്ടായി, ആത്മാവാണ് ജനിച്ചത് ആത്മാവാണ് അനിയൻ. ഹല്ലേലൂയ. എടുത്തോ മക്കളെ, എടുത്തോണ്ട് പൊക്കോ. സൗജന്യമായി കിട്ടി, സൗജന്യമായി തിരഞ്ഞെടുത്തോ. ഹല്ലേലൂയ. അപ്പോ ചേട്ടായിയുടെ കാര്യം ഇതാ അവിടെ തീരുകയാണ്. ഈ ചേട്ടായിയാണ് സ്വയക്കാരൻ. ഞാൻ 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 ചേട്ടായി ആർക്കും കീഴടക്കൊന്നുമില്ല. ഞാൻ അതിനൊന്നും പറയാനൊന്നും പാടില്ല. ഞാൻ. പക്ഷെ അനിയൻ പ്രൊമിനന്റ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ എന്തെങ്കിലും പറയാമോ? അവർ സൈലന്റ് ആയി. ദേ വിൽ നോട്ട് റെസ്പോണ്ട്. കാരണം എന്താണെന്നറിയാമോ? ഞാൻ മിണ്ടാതിരുന്ന ചേട്ടായി മരിക്കും. ഞാൻ മിണ്ടാതിരുന്ന ചേട്ടായി മരിക്കും. എത്രത്തോളം ചേട്ടായി മരിക്കുന്നു അത്രത്തോളം അനിയന് വളരാം. എത്രത്തോളം ജഡം മരിക്കുന്നുവോ അത്രത്തോളം, എത്രത്തോളം സ്വയം മരിക്കുന്നുവോ അത്രത്തോളം അനിയൻ വളരും. മനസ്സിലായോ? മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേ. മിണ്ടരുത്. ബി സൈലന്റ്. നമ്മൾ മിണ്ടാതിരുന്നാൽ നമ്മൾ കച്ചവടക്കാരാ. മിണ്ടാതിരുന്നാൽ കച്ചവടക്കാരാ. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവില്ല, പിന്നെ പറയാം. ഹല്ലേലൂയ. മിണ്ടാതിരുന്നാൽ നമ്മൾ കച്ചവടക്കാരാ, ദൈവത്തിന് കാര്യങ്ങൾ വിൽക്കുന്നവരാ. ഹല്ലേലൂയ. മിണ്ടാതിരിക്കണം. മിണ്ടിയാൽ പോയി. റെസ്പോണ്ട് ചെയ്യരുത്, മിണ്ടരുത്. കച്ചവടക്കാരാ, സ്പിരിച്വൽ ട്രേഡേഴ്സ്. അപ്പോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഈ ജഡത്തിന്റെ കാര്യം ഇവിടെ കൊണ്ട് തീരും. ചേട്ടായുടെ കാര്യം ഇവിടെ കൊണ്ട് വരും. ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനിയന്റെ ജനനം. നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ, ചിലരുടെ ഈ ധ്യാനത്തിന്റെ തുടക്ക ദിവസമായിരുന്നു അനിയന്റെ ജനനം. ദൈവരാജ്യത്തിന്റെ മൊഴികൾ കേട്ട് ആ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, കർത്താവ് രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജനനം ആരംഭിക്കുക. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഇടയിലൊരു സംഭവം കണ്ടോ? യേശുവിന്റെ കാലം മരണം കണ്ടോ? അവിടെ എത്തിയപ്പോൾ വേറൊരു സ്റ്റാർട്ട് കണ്ടോ? വേറൊരു സ്റ്റാർട്ട്. ആദ്യം ഒരു സ്റ്റാർട്ട് ഉണ്ട്, കറുത്ത സ്റ്റാർട്ട്. അതാണ് ചേട്ടായിയുടെ സ്റ്റാർട്ട്, ജഡമനുഷ്യൻ. ഇനി ഇതാ വേറൊരു സ്റ്റാർട്ട്, കാൽവരി ക്രൂസിലെ യാഗം. അവിടെ വേറൊരു സ്റ്റാർട്ട്, പച്ച സ്റ്റാർട്ട്. അതാണ് അനിയന്റെ ജനനം. അനിയൻ ജനിക്കുന്നു. അതിന് നമ്മൾക്ക് ബൈബിൾ പേരിട്ടിരിക്കുന്നത് വീണ്ടും ജനനം. ഏതനിൽ മരിച്ചത് നിന്റെ ജീവിതത്തിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ വീണ്ടും ജനിച്ചു. ഏത് യേശുവിനെ? ഒറിജിനൽ യേശുവിനെ.
കള്ള യേശുവിനെ സ്വീകരിച്ചിട്ട് കാര്യമില്ല കേട്ടോ, ഒറിജിനൽ ആയിരിക്കണം. ഹല്ലേലൂയ. ഒറിജിനൽ യേശുവിനെ സ്വീകരിച്ചപ്പോൾ നിന്റെ അകത്ത് വീണ്ടും ജനിച്ചു. ഹല്ലേലൂയ. ജനിച്ചോ മക്കളെ? അനിയൻ ജനിച്ചോ? അവകാശി ജനിച്ചോ? അകത്ത് അവകാശി ശിശുവായിട്ട് ജനിച്ചോ? ശിശു ജയിച്ചാൽ നീ അവകാശിയാവും. വയറ്റിന്റെ ഉള്ളിൽ ഭ്രൂണമായി, സൈഗോട്ടായി, ഭ്രൂണമായി നിന്റെ അകത്ത് ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇനി നീ ശ്രദ്ധിക്കണം, ഇതിനെ അബോർട്ട് ചെയ്യാൻ അനുവദിക്കരുത്. ക്രിസ്തു നിന്റെ ഉള്ളിൽ ഉരുവായിരിക്കുക, ക്രിസ്തുവിന്റെ തലമുറ. ഇതാണ് വിശുദ്ധ പൗലോസ് ഗലാത്യരോട് പറയുന്നത്. എന്റെ ഗലാത്യരേ, ഞാൻ നിങ്ങളെ കൊണ്ട് മടുത്തു, ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദന അനുഭവിക്കുക. പ്രസവവേദന. ഞാനിത് പറഞ്ഞിട്ട് പോകും, വേറെ സുവിശേഷകർ വന്ന തിരിച്ചു പറയും നിങ്ങൾ അതാണ് സത്യം എന്ന് പറഞ്ഞ് ഇത് പൊളിക്കും. അബോട്ടായി. എത്ര പ്രാവശ്യം ഈ സംഭവിക്കണേ. ഹല്ലേലൂയ. വേറെ കേൾക്കാൻ പോകുന്നതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ സംശയമായി. സംശയിക്കുന്ന കാറ്റടിച്ച് അഹാലയുന്ന കടൽത്തിര പോലെയാ, എങ്ങൂത്തൂല. ഇരുമനസായി. ശ്രദ്ധിച്ചു പോക്കണം. ഈ അകത്ത് വന്നതിനെ സൂക്ഷിക്കണം. ഗർഭിണിയായ ഒരു സ്ത്രീ, ചിലർ അലസമായിട്ട് നടന്ന് എല്ലാം അബോട്ടായി പോണവരുണ്ട്. ചിലർ അങ്ങനെയല്ല, വളരെ സൂക്ഷിച്ചായിരിക്കും ജീവിക്കുക. ഇതേപോലെ നമ്മൾ സൂക്ഷിക്കണം. നിർമ്മതരായിരിപ്പേൻ, ഉണർന്നിരുപ്പേൻ. നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച് നിങ്ങളുടെ ഉള്ളിൽ ജന്മമായി ഇറക്കുന്ന ആ അനിയനെ, ക്രിസ്തുവിൻ തലമുറയെ തകർക്കാൻ വേണ്ടി ചുറ്റി തിരിഞ്ഞു നടക്കുകയാ. എങ്ങനെയായിരിക്കും തകർക്കണമെന്നല്ലേ? ചുറ്റികയും വാളും കൊണ്ടൊന്നല്ല തകർക്കണത്. നിന്റെ അമ്മയിലൂടെ, നിന്റെ ജീവിത പങ്കാളിയിലൂടെ, നിന്റെ പാസ്റ്ററിലൂടെ, നിന്റെ സഹോദരനിലൂടെ നിന്നെ അതും ഇതും ഒക്കെ പറയാ. അങ്ങനെയാ, നീ അങ്ങനെയാ, നീ ഒരു ചതിക്ക് ചതിയനാ, നീ ഒരു ചതിയത്തിയാടി, ഇറങ്ങടി, അതാടി ഇതാടി എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അറിയാതെ നിങ്ങളിലെ ആ സ്വയം അങ്ങ് എഴുന്നേറ്റിട്ട്, നീ എന്നെ അങ്ങനെ പറഞ്ഞാടാ, എടി നീ എന്നെ അങ്ങനെ പറഞ്ഞാടി, നിന്റെ ആക്കേണ്ട വീട്ടിലുണ്ടല്ലോ എന്ന് പറഞ്ഞൊരു തുടക്കം അങ്ങ് തുടങ്ങുമ്പോ കൊച്ചു പോയിട്ടുണ്ടാവും. എത്ര പ്രാവശ്യം ഉരുവായതാണല്ലേ, എത്ര പ്രാവശ്യം കുഞ്ഞു പോയല്ലേ. ഹല്ലേലൂയ. പകരം നീ എന്നെ എന്തും പറഞ്ഞു, ഞാൻ നിന്നെ ഒന്നും പറയില്ല. നീ എന്നെ എന്തും പറഞ്ഞോ, ഞാൻ നിന്നെ ഒന്നും പറയില്ല. നീ എന്നെ നിന്ദിച്ചോ, നീ സൂത്രത്തിൽ എന്റെ പേര് ചീത്തയാക്കിക്കോ, നീ എനിക്ക് നേരെ ഭീഷണി പറഞ്ഞോ, ഞാൻ നിന്നൊന്നും പറയില്ല. തന്നെ നിന്ദിച്ചവരെ തിരികെ നിന്ദിക്കാതെയും, ഭീഷണം പറഞ്ഞവരുടെ നേരെ തിരികെ ഭീഷണം പറയാതെയും ഞാൻ നിന്നെ ഒന്നും പറയില്ല. പക്ഷെ ഞാൻ നിന്നെക്കുറിച്ചും നിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പിശാചിനെ കുറിച്ചും എൻ്റെ അപ്പനോട് പറയും. ആരെ പോലെ? യേശുവിനെ പോലെ. തന്നെ നിന്ദിച്ചവരെ പകരം നിന്ദിച്ചില്ല, ഭീഷണം പറഞ്ഞവരെ തിരിച്ച് ഭീഷണം പറയാതെ ന്യായമായി വിധിക്കുന്നവന്റെ കയ്യിൽ കാര്യം പരമേൽപ്പിച്ചു. ഹൊറിസോണ്ടലി, ലോകപരമായി റിയാക്ട് ചെയ്തില്ല, പക്ഷേ വെർട്ടിക്കലി റിയാക്ട് ചെയ്തു. ദൈവത്തോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. They are the traders in the spirit world, the real traders. Hallelujah. മനുഷ്യൻ അറിയില്ല, മനുഷ്യൻ കുരുടനാ. അവൻ എന്താ ചുറ്റും നടക്കണമെന്ന് അറിയത്തില്ല. അവൻ ഇരുട്ടിലായിരിക്കണേ. അവന്റെ കണ്ണ് സ്വയം എന്ന റിബൺ കൊണ്ട് കെട്ടപ്പെട്ടിരിക്കുന്നു. കുരുടനാണ്, വീണ്ടും കെട്ടപ്പെട്ടു. സത്യം തിരിച്ചറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുക. അതാ ഇതിപ്പോ നിങ്ങളിത് കേട്ടു, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ മറന്നുപോകും. ഇവിടെയാണ് നിങ്ങൾ ബലാത്കാരികളാകേണ്ടത്. ഇത് വീണ്ടും വീണ്ടും കേൾക്കണം, ഇതിൽ നോട്ട് എഴുതണം, ഇത് വെച്ച് ദൈവസന്നിധിയിൽ ധ്യാനിക്കണം. വിടരുത്, പബ്ലിക്കുമായിട്ട് ബന്ധത്തിലേക്ക് പോകരുത്. ഇത് വളർത്തിയെടുക്കണം. പബ്ലിക്കുമായിട്ട് ബന്ധത്തിലേക്ക് പോയാൽ നീ നട്ട ചെടിക്ക് വേലി കെട്ടാത്തതുപോലെയായി. അത് കടിച്ചു തിന്നും. അത് ചേട്ടനാകട്ടെ, അനിയനാകട്ടെ, അവരാകട്ടെ, ഇവരാകട്ടെ, പാസ്റ്ററാകട്ടെ, അച്ഛനാകട്ടെ, അവരിത് കടിച്ചു തിന്നും. ഇത് കടിച്ചു തിന്നാൻ അനുവദിക്കരുത്. ഇതിനെ വളർത്തണം. ഹല്ലേലൂയ. ഈ എംബ്രിയോ വളർത്തിയെടുക്കണം. ഹല്ലേലൂയ. അവിടെയാണ് നീ ഒരു ബലക്കാരിയാകേണ്ടത്. ആരോട് ബലം പിടിക്കണം? നിന്നോട് ബലം പിടിക്കണം. നിനക്ക് ഇഷ്ടമുള്ള ചാനലുകൾ കാണരുത്. ഹല്ലേലൂയ. നിനക്ക് ഇഷ്ടമുള്ളത് പലതുമായിട്ട് ബന്ധപ്പെടരുത്.
കാരണം അവര് നിന്റെ അകത്തുള്ള കുഞ്ഞിനെ അബോർട്ട് ചെയ്യുന്നു നിനക്ക് മനസ്സിലാക്കിയാൽ നീ അങ്ങോട്ടേക്ക് പോകരുത്. ആ ജനിച്ച ക്രിസ്തുവിൻ തലമുറയെ നിന്റെ ഉള്ളിൽ വളർത്തിയെടുക്കണം. ഹല്ലേലൂയ. ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചോളാം. നിങ്ങൾ ഇത് കേൾക്കാൻ അനുഗ്രഹീതരാ. ഹല്ലേലൂയ. ഈ ഒരു ലെവൽ ഓഫ് റെവലേഷൻ കേൾക്കാൻ നിങ്ങൾ അനുഗ്രഹീതരാ. പലരെയും ദൈവം വിളിച്ചു, എന്നാൽ ഇത് വെളിപ്പെടുന്നതിന് മുമ്പ് ദൈവം അവരെ കുലുക്കി പുറത്തു കളഞ്ഞു. നിങ്ങളിത് കേൾക്കാൻ അനുഗ്രഹീതരാ. വരം ലഭിച്ചവർക്ക് മാത്രമേ സ്വർഗത്തിൽ ഇത് കൊടുക്കുന്നുള്ളൂ. ഹല്ലേലൂയ. വളർത്തിയെടുക്കും മക്കളെ, വളർത്തിയെടുക്കുക. ഇത് വെറും മതമല്ല, നമ്മൾ ചുറ്റും കാണുന്നത് പോലെ മതമല്ല. ഇത് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാ. ഇത് തിരിച്ചറിഞ്ഞോളണം. ഇത് ശ്രദ്ധിക്കുക. യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയോട്ടോ. ഈ നീല കളറുള്ള മനുഷ്യനില്ലേ, ഇതാണ് ജഡമനുഷ്യൻ, ചേട്ടായി. അവന്റെ ഉള്ളിൽ നിങ്ങൾ യേശുവിനെ ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ ദൈവദാസനോ ദൈവദാസി നിങ്ങളുടെ അടുക്കൽ വന്ന് യേശു നിങ്ങൾക്ക് വേണ്ടി കാൽവരക്രൂശിൽ യാഗമായി നിന്റെ പാപത്തിന് വേണ്ടി പരിഹാരമായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ യേശുവിനെ നിങ്ങൾ സത്യത്തെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച്, ഹല്ലേലൂയ, ഒറിജിനൽ യേശു ആയിരിക്കണം, ദൈവരാജ്യം തരുന്ന യേശു ആയിരിക്കണം, അല്ലെങ്കിൽ പറ്റൂല. ആ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ശിശു ജനിച്ചു. അതാണ് ഈ വെള്ള കളറുള്ള മനുഷ്യൻ. കണ്ടോ? നീല കളറിന്റെ മനുഷ്യന്റെ പുറകിൽ ഒരു വെള്ള കളർ കണ്ടോ? 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 വെള്ള കളർ മനുഷ്യൻ കണ്ടോ? അതാണ് ആത്മ മനുഷ്യൻ. ഇവിടെ നിന്നാണ് അവന്റെ ആരംഭം. ഈ യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചപ്പോൾ ഇതാ നീല കളർ മനുഷ്യന്റെ ഉള്ളിൽ വേറൊരു മനുഷ്യൻ. അതാണ് അനുജൻ, ആത്മ മനുഷ്യൻ, ദൈവപുത്രൻ. ഹല്ലേലൂയ. അതാണ് നമ്മുടെ വീണ്ടും ജനനം. വീണ്ടും ജനനം. പന്നിക്കൂട്ടിൽ നിന്ന് അവൻ എഴുന്നേറ്റു. അതുവരെ മരിച്ചവനായിരുന്നു, അതുവരെ നഷ്ടപ്പെട്ടവനായിരുന്നു. പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റ നിമിഷം അവൻ വീണ്ടും ജനിച്ചു. ഹല്ലേലൂയ. അവൻ വീണ്ടും ജനിച്ചു. പക്ഷെ അപ്പോഴും അവൻ നഷ്ടപ്പെട്ടവനാണ്. വീട്ടിലെത്തിയിട്ടില്ല, പന്നിക്കൂട്ടിൽ എഴുന്നേറ്റേ ഉള്ളൂ. സുവിശേഷന്മാരെ എപ്പോഴും ശ്രദ്ധിച്ചോളണം. പന്നിക്കൂട്ടിൽ എഴുന്നേറ്റ അവന്റെ ദർശനം എങ്ങോട്ടേക്കായിരുന്നു? അപ്പന്റെ അടുക്കിലേക്കായിരുന്നു. നിങ്ങളുടെ സുവിശേഷം ജയിക്കണമെങ്കിൽ വീണ്ടും ജനിച്ചവന്റെ ദർശനം ദൈവരാജ്യത്തിലേക്കായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ സുവിശേഷം ഒരു പരാജയമാണ്, ഒരു മതം ഉണ്ടാക്കലും മാത്രമാണ്, ആളെക്കൂട്ടലും മാത്രമാണ്. ഹല്ലേലൂയ. അവൻ ജനിച്ചു, അവൻ വീണ്ടും ജനിച്ചു. ഉള്ളിലാ. സഭ എന്ന സ്ത്രീയുടെ വയറ്റിലാണ് അവൻ. അവകാശിയായിട്ടില്ല, അവകാശിയാകാം. ഹല്ലേലൂയ. അവകാശിയാകാം. അതിനുവേണ്ടി വിളിച്ചേക്കണേ. വയറ്റില്ല, വയറ്റിൽ നിന്ന് പുറത്തിറങ്ങി ജയിച്ചിറങ്ങിയാലേ അവകാശിയാവൂ. അങ്ങനെ ഇതാ അവൻ ഈ നീല മനുഷ്യന്റെ ഉള്ളിൽ ഒരു വെള്ള മനുഷ്യൻ. നീല മനുഷ്യനാണ് ചേട്ടായി, വെള്ള മനുഷ്യനാണ് അനുജൻ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. തുടർന്ന് ആ യാത്രയിൽ ആ വെള്ള മനുഷ്യൻ വളരണം. വളരുന്ന രംഗമാണ് ഈ കാണുന്നത് കേട്ടോ. പക്ഷെ ഇതിനെ അറിയാതെ എങ്ങനെ നമ്മൾ വളരും? ഇത് വളരുന്നത് അറിവിലൂടെയാണ്, സത്യത്തിന്റെ പരിജ്ഞാനത്തിലൂടെയാണ് വളരുന്നത്. സത്യത്തിന്റെ പരിജ്ഞാനത്തിലൂടെയാണ് വളരുന്നത്. അങ്ങനെ വളർന്നു കഴിയുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയോ, മരണ ദിവസം, അതായത് ചേട്ടായിയുടെ അവകാശം തീരും. ചേട്ടായിയുടെ അവകാശം തീരും. അതാണ് മരണദിവസം. ആ മരണദിവസം നോക്കിയോട്ടോ, ഈ വെള്ള മനുഷ്യൻ അവന് മരണമില്ല. അവൻ മരണത്തിൽ നിന്നാണ്, ക്രിസ്തുവിന്റെ മരണത്തിൽ നിന്നാണ് അവൻ ആരംഭിച്ചേക്കണേ. അവന്റെ ആരംഭം മരണത്തിൽ നിന്നാണ്. അങ്ങനെ ആരംഭിച്ചവൻ നേരെ കണ്ടോ ഈ ഇത് കണ്ടോ, ചുമന്ന കളറുള്ള ആ ചേട്ടായിയുടെ ലൈന, അത് നേരെ ലൂസ് സിസ്റ്റർ കൊണ്ട് നോക്കിയേ, ചേട്ടായിയുടെ ലൈന അത് നേരെ പോയി മരണത്തിൽ ചെന്ന് അവസാനിക്കുന്നു. അവകാശം മുഴുവൻ പോയി. അങ്ങനെ ആ മരണം സംഭവിച്ചു കഴിയുമ്പോൾ അനുജന് മരണമില്ല. അനുജന് മരണമില്ല. ആ പച്ച ലൈൻ കണ്ടോ, പച്ച ലൈൻ തുടങ്ങിയിടുന്ന പച്ച ലൈൻ നേരെ പോയി സ്വർഗീയ പിതാവിനോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ ആ സിംഹാസനത്തിൽ ചെന്ന് നിത്യം ഭരണാധികാരിയായി തീരും. ഇതാണ് യേശു ക്രിസ്തു പറഞ്ഞ, ചെറിയ ആട്ടുകൂട്ടമേ ഭയപ്പെടേണ്ട, ഭരണം കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ്, ഏത് പിതാവ്? ഭൂമിയിലെ ചാക്കോച്ചനും ജോസഫും അല്ല, ആത്മാക്കളുടെ പിതാവായ ദൈവം തീരുമാനിച്ചിരിക്കുന്നു. മനസ്സിലായോ? ഇതാണ് പള്ളികൾ കേൾക്കാത്ത, ഇതാണ് ബൈബിളിലൂടെ കേൾപ്പിക്കുന്നത്. യേശുവിൻ്റെ രാജ്യത്തിൻ്റെ സുവിശേഷം. ഇതാണ് നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി. അപ്പോൾ പ്രിയ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചേ, മരണദിവസം എന്തു പറ്റി? ചേട്ടായി വീടിൻ്റെ പുറത്ത് പോയി. മരണദിവസം എന്തു പറ്റി?
അനുജൻ വീട്ടിലേക്ക് കയറി, അവകാശത്തിലേക്ക് കയറി. പിടുത്തം കിട്ടിയ നിനക്ക് അവകാശത്തിൽ കയറണോ? അവകാശത്തിൽ കയറണോ? ഹല്ലേലൂയ. ഒരാൾ വീടിൻ്റെ അകത്തേക്ക് കയറി, മറ്റേ ആൾ വീടിൻ്റെ പുറത്തേക്ക് കയറുന്നു. അവിടെ തീരുകയാണ്. ഹല്ലേലൂയ. കഥ അവിടെ അവസാനിക്കുക. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ അത്രയും മാത്രമേ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം ഒരു ഭാഗം മനുഷ്യ നിന്റെ ജീവിതം ഇതുപോലെയാണ്. ഹല്ലേലൂയ. ഇന്ന് അവൻ അവകാശിയല്ല, പക്ഷെ അവകാശത്തിലേക്ക് അവൻ വളർന്നു കയറാം. ഇന്ന് അവകാശിയായവൻ നാളെ അവകാശി അല്ലാതെയാകും. ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. ജഡമണ്ഡലത്തിൽ ലാഭം ഒന്നും ഇല്ല. എന്നാൽ സ്പിരിറ്റ് ഗീവ്സ് ലൈഫ്. ആത്മമണ്ഡലമാണ് ലാഭം, ജീവൻ തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് തിരിച്ചറിഞ്ഞ് വ്യക്തതയോടെ പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകണം. ഇനി ഇതിൻ്റെ താഴെ കാണുന്നൊരു ഭാഗം കൂടി നമുക്ക് ചിന്തിക്കാം. താഴെ കാണുന്ന ഭാഗം, ഈ താഴെ കാണുന്ന ഭാഗത്ത് 3 ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം. ഈ ഭാഗം, ഫസ്റ്റ് ഭാഗം ക്ലിയർ ആയി ഞാൻ ചിന്തിക്കുന്നു. വർഗീസ, ക്ലിയർ ആണോ? ക്ലിയറാ. അപ്പൊ താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാം വേൾഡ് എന്ന് വെച്ചാൽ ലോകം. ചർച്ച് എന്ന് പറഞ്ഞാൽ വിളിക്കപ്പെട്ടൊരു കൂട്ടമാണ്. നമ്മുടെ ഭാഷ പറഞ്ഞാൽ സിസ്റ്റമാണ്. ദൈവപുത്രന്മാരെ ജനിപ്പിക്കുന്ന ഫാക്ടറി, പ്രോസസ് ചെയ്യിപ്പിക്കുന്ന ഫാക്ടറി. ഭൂമിയിൽ മക്കളെ ഉണ്ടാക്കുന്ന ഫാക്ടറിയുടെ പേരെന്താ? കുടുംബം. മനസ്സിലായോ? ദൈവപുത്രന്മാരുടെ ഉണ്ടാക്കുന്ന ഫാക്ടറിയുടെ പേരാണ് ചർച്ച്, സഭ. പിടുത്തം കിട്ടിയോ? സഭ. അവിടെ നിന്ന് ജയിച്ചാൽ ദൈവപുത്രന്മാരായി ദൈവരാജ്യത്തിൽ ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. എളുപ്പമായില്ലേ? ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. ഞാൻ അവന് ദൈവം, അവൻ എനിക്ക് മകനുമായിരിക്കും. അപ്പൊ നമ്മളെ ലോകത്തിൽ നിന്നാണ് തെരഞ്ഞെടുത്തത്. ലോകത്തിലാണ് റോ മെറ്റീരിയൽ. മനസ്സിലായോ? റോ മെറ്റീരിയൽ. മരിച്ചുപോയ അനിയമ്പിള്ള മരിച്ചുപോയ ചേട്ടൻപിള്ളകളാണ് റോ മെറ്റീരിയൽ. അനിയമ്പിള്ള മരിച്ചുപോയ ചേട്ടൻപിള്ളകളാണ് റോ മെറ്റീരിയൽ. അനിയമ്പിള്ള അകത്ത് മരിച്ചു, ആത്മാവിൽ മരിച്ചവരാ. അവര് ശരീരത്തിൽ ജീവിക്കുന്നുണ്ട്. അവരാണ് ഇന്നത്തെ മനുഷ്യർ. അവരാണ് റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽ അറിയാലോ അല്ലേ? ആ റോ മെറ്റീരിയൽ എങ്ങോട്ട് കൊണ്ടുവരുന്നു? സഭയാകുന്ന ഫാക്ടറിയിലേക്ക് കൊണ്ടുവരുന്നു. മനസ്സിലായോ? സഭയാകുന്ന ഫാക്ടറിയിലേക്ക് കൊണ്ടുവരുന്നു. ആര്? യേശുവിനെ വിടുന്നേ. യേശു പോയില്ലേ? സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തല്ലേ? ആര്? കാർത്തിയായിനി കൊണ്ടുവരുന്നു അല്ലേ? നമ്മൾ കൊണ്ടുവരുന്നു. കൊണ്ടുവന്നിട്ടുണ്ടോ ഇപ്രാവശ്യം? ഇല്ല, അടുത്ത പ്രാവശ്യം കൊണ്ടുവരണേ. മനസ്സിലായോ? പോയിട്ട് വരുമ്പോ എല്ലാവരും ആരെയും കൊണ്ട് വരുന്നു? റോ മെറ്റീരിയലേയും കൊണ്ട് വരുന്നു. മനസ്സിലാവുന്നുണ്ടോ? വരുമ്പോ അവരെ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയിലേക്ക് ചേർക്കും. ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ നേരെ ഫാക്ടറിയിലേക്ക് കയറ്റുകയാണ്. പിന്നെ പ്രോസസ്സ് തുടങ്ങുക. ആര് വഴി? തൻ്റെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും പാസ്റ്റർമാരും അച്ഛന്മാരും വഴി പ്രോസസ്സ് തുടങ്ങുകയാണ്. പക്ഷെ ഇന്നത്തെ നേരെ തലതിരിഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ഈ വന്ന ലോകത്തിൽ ജീവിക്കാൻ ചേട്ടൻപിള്ളയുടെ അവകാശത്തിന് വേണ്ടി ഒരുക്കുക. അങ്ങനെ ആകരുത്. ചേട്ടൻപിള്ളയുടെ അവകാശം ഓട്ടോമാറ്റിക് പിന്തുടർന്ന് വന്നോളും. അനിയൻപിള്ളയുടെയാണ് അതിനു വേണ്ടി ഒരുക്കണ്ടേ. അനിയൻപിള്ളയ്ക്ക് കിട്ടിയാൽ നിത്യമാണ്, ചേട്ടൻപിള്ളയ്ക്ക് കിട്ടിയാൽ കിട്ടും, പക്ഷെ താൽക്കാലികമാണ്. ചേട്ടൻപിള്ളയ്ക്ക് വേണ്ടി മാത്രം കരുതുന്ന സഭകളോടും ജനത്തോടും ബൈബിള് പറയുന്നത് ഇങ്ങനെയാണ്: ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ക്രിസ്തുവിനെ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളെപ്പോലെ അയ്യോ അരിഷ്ടർ വേറെ ആരുമില്ല. അതായത് ഭയങ്കര പ്രത്യാശ. ക്രിസ്തു നല്ലവൻ, ക്രിസ്തു വലിയവൻ, അവസാനം ഞാൻ നരകത്തിൽ എന്നതാണെന്ന് 1 Corinthians 15:19 വായിച്ചേ. ഞാനിത് നാടകത്തിലൊക്കെ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ആളുകൾ, നിങ്ങളും ഈ ഓൺലൈനിലുള്ളവരൊക്കെ. 1 Corinthians 15:19 വായിച്ചേ. ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച അരിഷ്ടന്മാർ. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. മനസ്സിലായോ? പ്രത്യാശ ആരാ? ആരില്ല? ക്രിസ്തുവില്ല. അയ്യോ ക്രിസ്തു എനിക്ക് വലിയവന് വലിയവന്. പക്ഷെ ഏതായുസിലാ? ഈ ആയുസിലാണോ? ചേട്ടൻപിള്ളയുടെ ആയുസിലാണോ? ജഡരക്ത ആയുസിലാണോ? അന്നവസ്ത്രാദി സർവ്വ നന്മകളും, മക്കൾ ഗൾഫിൽ പോകുന്നത്, മക്കളുടെ മറ്റുള്ള കാര്യങ്ങൾ, ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രം ഒതുങ്ങും. അത് വേണ്ടെന്നല്ല ഈ പറഞ്ഞത്, അതിൽ മാത്രം ഒതുങ്ങുവാണോ? എങ്കിൽ ദൈവവചനം പറഞ്ഞു ഈ സകല മനുഷ്യരിൽ
അരിഷ്ടനാ. കാരണം അവസാനം ചേട്ടൻപിള്ള വീട്ടിൽ നിന്ന് പുറത്തു പോകും. ചേട്ടൻപിള്ള വീട്ടിൽ നിന്ന് പുറത്തു പോകും. ഹല്ലേലൂയ. പുറത്തുള്ള അനിയൻപിള്ള അകത്ത് കയറും. ഹല്ലേലൂയ. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോ ഈ ലോകമാകുന്ന ആ മണ്ഡലത്തിൽ പിശാചിന്റെ കീഴിൽ കിടക്ക ഈ ലോകം. അവിടെ നിന്നാണ് റോ മെറ്റീരിയലും കൊണ്ട് ആര് വരുന്നത്? ഈ പെറ്റുവരികിയ ജനം അവിടെ എല്ലാം പോയി തൃശ്ശൂരെന്നും കോഴിക്കോടെന്നും അവിടെ നിന്നും ഇവിടെ നിന്നും ഗൾഫിലുള്ളവരെ അവരെ ഇവരെയൊക്കെ ഇതാ അവരെയും കൊണ്ട് റോ മെറ്റീരിയലും കൊണ്ട് വരികയാണ്. അവർ ഒറിജിനൽ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർക്കും. അല്ലാണ്ട് നമുക്ക് സഭയോട് ചേർക്കാൻ പറ്റില്ല. നമ്മൾ ഡിനോമിനേഷനോടും മതത്തോടും ചേർക്കുന്നു, കർത്താവ് തൻ്റെ സഭയോട് ചേർക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ചേർക്കുന്നവരെ കർത്താവ് തൻ്റെ അവയവങ്ങളായ ദാസന്മാരുണ്ട്, അവരെ തിരിച്ചറിയാൻ പറ്റും. അവർ മാതൃഭൂമിയിലുള്ളത് മനോരമയിലുള്ളത് യൂട്യൂബിലുള്ളതല്ല പറയണേ. അവർ സ്വർഗത്തിൽ കേട്ടത് അവർ ഭൂമിയിൽ പറയും. അവരെ തൊട്ടും തിരിച്ചറിയാം. ഹല്ലേലൂയ. അവരത് പറയുമ്പോൾ ഈ ജനം അത് കേട്ട് പ്രകാശിക്കും അങ്ങോട്ട്. ഇത് പ്രകാശിച്ച് എൻ്റെ അപ്പാ, എനിക്ക് ഇങ്ങനെ ഒരു അപ്പനുണ്ടോ, ആ അപ്പന്റെ അടുക്കലേക്ക് പോകാൻ അപ്പൻ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടോ, ആ പദ്ധതിക്കായി ഇതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓരോ നിമിഷവും ഇനി പിൻപിലേക്കല്ല, അവർ മുൻപിലേക്ക് ദൈവരാജ്യത്തിലേക്ക്, സഭയിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് യാത്രയാകും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഒരു കാര്യം ഞങ്ങൾ ചെയ്യുന്നു, ഞങ്ങൾ പിൻപിലുള്ളതിനെ ഞങ്ങൾ മറക്കുകയാ. എന്തിനു വേണ്ടി? മുൻപിലുള്ളതിനായി. മനസ്സിലായോ? മുൻപിലുള്ളതിനായി പിൻപിലുള്ളതിനെ മറക്കുകയാ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോളണം. പിൻപിലൊക്കെ താൽക്കാലികമാവുന്നേ. എൻ്റെ അപ്പം പണ്ട് ജഡത്തിലെ അപ്പനാട്ടോ പണ്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്. അതായത് ഞാൻ പിൻപിലുള്ളതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു, എടാ തുമ്മുമ്പോൾ തെറിക്കണം മൂക്കണങ്ങ പോട്ടടാ. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമായിട്ട് അദ്ദേഹം കേട്ട വാക്കാ. ഹല്ലേലൂയ. ഇതേപോലെ ചേട്ടായിയുടെ ഒക്കെ പോകും മക്കളെ. ഹല്ലേലൂയ. എത്ര മുറുകെ പിടിച്ചാലും ചേട്ടായിയുടെ ഒക്കെ പോകും. പിന്നെ ശരീരത്തിന്റെ ആരോഗ്യമൊക്കെ ഒന്ന് കീപ്പ് ചെയ്യണമെങ്കിൽ ഒരല്പം എക്സർസൈസ് ഒക്കെ എടുത്താൽ കുറച്ച് ആളോട് കീപ്പ് ചെയ്യാം. മനസ്സിലായോ? ബോഡിലി എക്സർസൈസ് പ്രോഫിറ്റ് ലിറ്റിൽ എന്നാണ് ബൈബിൾ പറയുന്നത്. ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളത്, കൂടുതൽ പ്രയോജനമൊന്നുമില്ല, അല്പം പ്രയോജനമുള്ളത്, വീണ്ടും അതും പോകും. ഹല്ലേലൂയ. അപ്പൊ ഈ ചേട്ടായിയുടെ ഒക്കെ തുമ്മുമ്പോൾ പോകുന്ന സാധനങ്ങളാ. അത് പോകുമ്പോൾ പൊക്കോട്ടെ, നമുക്ക് വേറെ ഉണ്ടല്ലോ. ഇത് കണ്ടിട്ടല്ലേ പൗലോസ് പറഞ്ഞേ, ഇതാ ഞങ്ങളുടെ പുറമേയുള്ള ചേട്ടായി നാൾക്ക് നാൾ ദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാ. മനസ്സിലായോ? ഞാൻ അതിനെ തൊലി ചുളുങ്ങാതിരിക്കാനുള്ള മരുന്നും തേച്ച്, മുടി കറക്കാനുള്ളതും ഇല്ലാത്തതും തേച്ച്, വെളുക്കാതിരിക്കാനുള്ളതും തേച്ച് ഒന്ന് കൊണ്ടുപോയിടുന്നു, വലിയ കാര്യമൊന്നുമില്ല, അതങ്ങ് പോവും. എങ്കിലും ശരീരം മാന്യമായിട്ട് സൂക്ഷിച്ചോട്ടോ. ഹല്ലേലൂയ. വൃത്തികേടില്ലാതെ സൂക്ഷിക്കുക, അതൊക്കെ അവനവൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതൊക്കെ തുമ്മുമ്പോൾ പോകും. പക്ഷേ നിത്യമായി നിൽക്കുന്ന ഒരെണ്ണമുണ്ട്. ഹല്ലേലൂയ. നിത്യമായി നിൽക്കുന്ന ഒന്നുണ്ട്. അതിൽ ഫോക്കസ് ചെയ്താൽ താൽക്കാലികമായത് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കൃപ ദൈവം തരും. താൽക്കാലികമായി പല പ്രശ്നങ്ങളുണ്ടാകും. നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് മൂവ് ചെയ്തോ, നിങ്ങളുടെ വീട്ടിൽ ഇതുവരെ നിങ്ങളെ സ്നേഹിച്ചവർ നിങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിത പങ്കാളി ഉപദ്രവിക്കാൻ തുടങ്ങും. നിങ്ങളുടെ വീട്ടിലുള്ളവർ ഉപദ്രവിക്കാൻ തുടങ്ങും. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇവൻ ഇങ്ങനെ, ഇയാൾ ഇങ്ങനെ, എന്താ ഇതെന്താ ഇവൾ ഇങ്ങനെ. ഒന്നുമല്ല, നിങ്ങൾ പുറകിലേക്ക് പോകാതെ മുമ്പിലേക്കായി. കിങ്ഡം മാറി ഉപദ്രവം തുടങ്ങും. അതുവരെ ഉപദ്രവമില്ലായിരുന്നു, ഉപദ്രവം തുടങ്ങും. യേശുക്രിസ്തു ഓൾറെഡി വാൺ ചെയ്തു, എന്നെ അനുഗമിക്കാനുള്ള നിങ്ങളെ അവർ പള്ളിയിൽ നിന്ന് പുറത്താക്കും, എന്നെ അനുഗമിക്കുന്ന നിങ്ങളെ അവർ വീട്ടിൽ നിന്ന് പുറത്താക്കും. മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളായിത്തീരും. അത് ചെയ്യരുത്. ഇതൊന്നും പള്ളിയിലൊന്നും പറയത്തില്ല കേട്ടോ, യേശു പറഞ്ഞേക്കണ കാര്യങ്ങൾ അതൊക്കെ. അപ്പൊ ഇതൊക്കെ ഓൾറെഡി ഉണ്ടാകും. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതിലൊന്നും ചഞ്ചലപ്പെടരുത്. തുടർന്ന് ഈ ചർച്ചിൽ നിന്ന് വേണം നിങ്ങൾ, ചർച്ചിനെ ബൈബിള് കാണിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സഭ എന്ന് പറയുന്ന ഒരു മണവാട്ടിയാ, സ്ത്രീയാ. ആ സ്ത്രീയുടെ ഉള്ളിലാണ് നമ്മൾ. ആ മണവാട്ടിയുടെ കാന്തനാണ് ക്രിസ്തു. ക്രിസ്തുവിന്റെ കുഞ്ഞാണ് അവളുടെ ഉള്ളിൽ വളരുന്നത്. സഭ വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ട്, ജയം പ്രാപിക്കുന്നത്. അതാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ കൂട്ടം. മനസ്സിലായ? ക്വാളിഫൈഡ് ആകുന്നവരുടെ കൂട്ടം. ഒരു മെഡിക്കൽ കോളേജിൽ ചിലപ്പോൾ 500 പേര് പഠിക്കാൻ ചേർന്നു, അവസാനം 50 പേര് പാസ്സായി. വിളിക്കപ്പെട്ടവർ 500, പാസ്സായത് 50. മനസ്സിലായ? ഇതേപോലെ തന്നെയാണ് സഭയിലേക്ക് വേറിയവർ ധാരാളമായിരിക്കാം, ഇതിൽ നിന്ന് ജയിക്കുന്നവർ വളരെ കുറവാണ്. ഇതാ കർത്താവ് പറഞ്ഞേ, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെടുന്നവർ ചുരുക്കം. അപ്പോൾ അവരാണ് അവകാശത്തിലേക്ക് കടക്കുന്നത്, അവരാണ് ദൈവരാജ്യത്തിലേക്ക്
കിടക്കുന്നത്. ഇതിനെക്കുറിച്ചൊരു ചെറിയൊരു ബോധ്യം ഉണ്ടായല്ലോ അല്ലേ? ചെറിയൊരു ബോധം ഉണ്ടായല്ലോ. അപ്പോ ശ്രദ്ധിക്കുക, നീ ഈ ഭൂമിയിൽ ജനിച്ചത് മരിക്കാനാണ്. നോക്കുക, വളർന്ന് 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 ആ ജഡമനുഷ്യൻ ചേട്ടായി വളർന്ന് 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 മരിക്കുന്നു. എന്നാൽ നീ വീണ്ടും ജനിച്ചത് മരിക്കാനല്ല, ഭരിക്കാനാണ്. മരിക്കുക എന്നുള്ളതിൻ്റെ മാ മാറ്റിയിട്ട് ബാ ഇട്ടാൽ മതി, പെട്ടെന്ന് മനസ്സിലാവും. ജനിച്ചത് മരിക്കാൻ, കണ്ടോ? വളർന്ന് 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 മരിക്കാൻ. ക്രിസ്തുവിനാൽ വീണ്ടും ജനിക്കപ്പെട്ടത് പച്ച ലൈൻ, ഭരിക്കാൻ. പറഞ്ഞേ, അടുത്ത ഒന്ന് പറഞ്ഞേ. ജനിച്ചത് മരിക്കാനാണ്, വീണ്ടും ജനിച്ചത് ഭരിക്കാനാണ്. അടുത്ത ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് പറ, മുഖത്ത് നോക്കി ചിരിച്ചോണ്ട് പറ. ബെന്നിച്ചായൻ ആരുമില്ല, ഏകനായിട്ടിരിക്കുന്നു. എന്താ ഷെയ്ക്കാൻ കൊടുക്കാനല്ല പറഞ്ഞേ, പറയാനാ പറഞ്ഞേ. ഓക്കെ, കൈ പിടിച്ചെന്ന് ഞെരിച്ച് ഒടിച്ച് കളയരുത്, നാളെ അവർക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ വേണം. ഓക്കെ, അപ്പോൾ ജനിച്ചത് മരിക്കാനാണ്, വീണ്ടും ജനിച്ചത് ഭരിക്കാനാണ്. എല്ലാവരോടും പോയി പറയോ? പറയോ? അപ്പോൾ അവർ ചോദിക്കും, ഇത് എന്തു കുന്തറാണ്ടോടാ നീ പറയണേ, എന്തുവാടാ നീ പറയണേ, ഞങ്ങളിത് കേട്ടിട്ട് പോലും ഇതില്ല. അപ്പോൾ പറയണോ, ഞാൻ ദൈവത്തിൻ്റെ ക്രമത്തിലേക്ക് ചേർന്ന് ചേച്ചി, ദൈവത്തിൻ്റെ ക്രമത്തിലേക്ക് കയറി. ഇതുവരെ ഞാൻ കുരുടനായിരുന്നു, ഇരുട്ടത്തിരിക്കുമായിരുന്നു, എൻ്റെ കണ്ണ് സ്വയം കൊണ്ട് കെട്ടിയിരിക്കുമായിരുന്നു. ഇപ്പം ഞങ്ങളൊരു സ്ഥലത്ത് പോയി, അവിടെ ഞങ്ങളുടെ കണ്ണിലെ കെട്ടഴിച്ചു, കുരുടത്തം മാറി, ഇരുട്ടിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. ചേച്ചി നമുക്കും അവിടെ പോകാം, എനിക്ക് പറഞ്ഞു തരാമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ അവിടെ പോയാൽ അവിടെ ആളുകൾ പറഞ്ഞു തരും. അവിടെ ക്രിസ്തുവിൻ്റെ അവയവങ്ങളുണ്ട് ചേച്ചി, മനസ്സിലായോ? അപ്പോ എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഇത് മനസ്സിലായി ജനം പ്രകാശിച്ചു കഴിയുമ്പോൾ വചനം പറയും, ഇരുട്ടിലിരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു, മരണ നിഴലിൻ്റെ താഴ്വരയിൽ ഇരിക്കുന്നവർക്ക് ഇതാ വെളിച്ചമുദിക്കുകയായി. ഹല്ലേലൂയ. ഇത് തിരിച്ചറിയാൻ തുടങ്ങണം. അപ്പോൾ എവിടെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എവിടെ കിടക്കണേ? നിങ്ങൾ നോക്കിയേ, നിങ്ങളുടെ പ്രശ്നം മൊത്തം ഇവിടെയല്ല കിടക്കണേ. നിങ്ങൾ അവിടെ നിന്ന് മാറുവാണെങ്കിലോ? ഹല്ലേലൂയ. ഇതിപ്പോൾ ഞാൻ UAE-യിലായിരുന്നു, ഇപ്പം അടുത്ത മാസം ഞാൻ അങ്ങോട്ടേക്ക് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. UAE-യിലായിരുന്നു, ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ അവിടെ യുദ്ധം. എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, മനസ്സിലായോ? അപ്പം നിങ്ങൾ ഈ സ്ഥലത്തുനിന്ന് ഇങ്ങോട്ടൊന്ന് മാറിയേ. ഹല്ലേലൂയ. നിങ്ങളെ ലോകത്തുനിന്ന് ഇങ്ങോട്ടേക്കൊന്ന് മാറിയേ. ഇങ്ങോട്ടേക്കൊന്ന് മാറുമ്പോൾ പുറകിലാണ് പ്രശ്നം. പൗലോസ് പറയാണ്, പിമ്പിലുള്ളത് ഞങ്ങൾ അങ്ങ് മറക്കുക. കാരണം ഞങ്ങളുടെ ലക്ഷ്യം മുഴുവൻ മുൻപിലാണ്, ദൈവരാജ്യമാണ്. പിൻപിൽ ലോകം, മുൻപിൽ ദൈവരാജ്യം. പിൻപിൽ ചേട്ടായി, മുൻപിൽ അനിയൻ. പിടുത്തം കിട്ടിയ ഇത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ടേക്ക് പോകണം. അപ്പോൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചോളണം, അനിയൻ്റെ ഭാഗത്തെങ്കിലും ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീതി ഗിഫ്റ്റായിട്ട് ദൈവം നമുക്ക് തരുന്നുണ്ട്. ഗിഫ്റ്റ് അതൊരിക്കലും കറയാക്കരുത്. പാപം ചെയ്ത് തിന്മ ചിന്തിക്കുക പോലും ആയിരുന്നു ഹൃദയം കൊണ്ട്. ഹല്ലേലൂയ. പലരും നമുക്കെതിരെ തിന്മ ചിന്തിച്ചൊക്കെ വരുന്നൊക്കെ നമ്മൾ കാണും. അപ്പോൾ അവരെക്കുറിച്ച് തിന്മ ചിന്തിക്കരുത്. ശത്രുക്കളെ സ്നേഹിച്ചോളണം, അവരനുഗ്രഹിച്ചോളണം. ഹല്ലേലൂയ. തിന്മ മക്കളെക്കുറിച്ചോ മരുമക്കളെക്കുറിച്ചോ അവരെക്കുറിച്ചോ ഒന്നും അവർ ചെയ്യുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കാം, ചിലപ്പോൾ ശരിയായിരിക്കും, നമുക്ക് അവർ ചെയ്യുന്ന ശരി തെറ്റായിട്ട് തോന്നിയതായിരിക്കാം. എങ്കിലും എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ വ്യസനത്തിനുള്ള മാർഗ്ഗം എൻ്റെ ഉള്ളിലുണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വതമായ മാർഗത്തിലേക്ക് അങ്ങ് നയിക്കണമേ. എൻ്റെ വഴികളിൽ ഞാൻ ചൊവ്വായിട്ട് എനിക്ക് തോന്നുള്ളൂ, പക്ഷേ അങ്ങയുടെ വഴികളിൽ അങ്ങനെ നയിക്കണമേ, നടത്തണമേ. ഹല്ലേലൂയ. ഇത് നമ്മുടെ പ്രാർത്ഥന, എൻ്റെ പ്രാർത്ഥന എപ്പോഴും, ഇന്നും ഞാൻ പലവട്ടം പ്രാർത്ഥിച്ചു, എൻ്റെ വഴികളിൽ ഞാൻ ചൊവ്വായിട്ട് തോന്നുള്ളൂ, പക്ഷേ അങ്ങനെ ശോധന ചെയ്യുമ്പോൾ വ്യസനത്തിനുള്ള മാർഗ്ഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിലേക്ക് എന്നെ നയിച്ചു കൊള്ളണമേ. ഈ ഒരു പ്രാർത്ഥന എൻ്റെ മക്കളെ നിങ്ങളുടെ ജീവിത പ്രാർത്ഥനയായിട്ട്, ബൈബിളിലൊരു പ്രാർത്ഥന, എൻ്റെ പേഴ്സണൽ പ്രാർത്ഥന ആണ്, പക്ഷെ അത് ബൈബിളിലൊരു പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. വായിച്ചേ സങ്കീർത്തനം 139 23-24. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിനവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. കേട്ടോ, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ അങ്ങനെ പരിശോധിക്കണമേ. എന്തുകൊണ്ടാണ് അങ്ങ് സങ്കീർത്തനം 139-23 മുതൽ കേട്ടോ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ദൈവത്തോട് പറയുകയാണ്, ദൈവമേ അങ്ങനെ പരിശോധിക്കണമേ. എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ പരിശോധിച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മൾ ആരാണ്? നമ്മുടെ കണ്ണ് കിട്ടിയിരിക്കണം എന്തുകൊണ്ടാണ്? സ്വയം കൊണ്ടാണ്. അതുകൊണ്ട് നമുക്കെപ്പോഴും നമ്മുടെ വഴികൾ എന്തായിട്ട് തോന്നുന്നു? ചൊവ്വായിട്ട് തോന്നും. അതാണ് സങ്കീർത്തനം സദൃശവാക്യം 16:2 പറയുന്നത്, മനുഷ്യന് തൻ്റെ വഴിയൊക്കെ ചൊവ്വ, ഞാൻ ചെയ്തതാണ് ശരി, ഞാൻ ചെയ്തതാണ്
ശരി. ഹല്ലേലൂയ. ഇതെല്ലാ മനുഷ്യനും ഇത് തിരിച്ചറിഞ്ഞിട്ട് പൗലോസ് പറയുന്ന ഒരു രംഗമുണ്ട്. എനിക്ക് ഒരു കുറ്റത്തെക്കുറിച്ച് യാതൊരു ബോധമില്ലേലും എന്നെ ന്യായം വിധിക്കുന്നത് ഞാനല്ല, എന്നെ ന്യായം വിധിക്കുന്നത് ക്രിസ്തുവാ. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിന് ചിന്തകൾ മുഴുവൻ കൊടുക്കണ ആരാ ന്യായം വിധിയുടെ? സ്വർഗീയ പിതാവാ. സ്വർഗീയ പിതാവിന് വേണ്ടി ക്രിസ്തു ന്യായം വിധിക്കണേ. അപ്പൊ നമ്മൾ നേരിട്ട് സെൻട്രൽ അങ്ങ് പിടിക്കും, കേന്ദ്രത്തിലേക്ക് പിടിച്ചിട്ട് കേന്ദ്രത്തോട് ഒരു പ്രാർത്ഥനയാണ്. എന്താണ്? വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിൽ അങ്ങനെ നയിച്ചോളണേ. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. അങ്ങ് എന്നെ നയിച്ചോളണമേ. എന്റെ നിലവുകളെ, എന്റെ ചിന്തകളെ ഒക്കെ അങ്ങ് പരിശോധിച്ചോളണമേ. ഹല്ലേലൂയ. അങ്ങ് പരിശോധിക്കണം. എന്റെ മക്കളെ ജീവിതം നന്നായി പോണോ? ഈ ഒരു എക്സ്റേ അല്ല, അതിനേക്കാളെല്ലാം ഉപരി, ഹല്ലേലൂയ, ഈ ഒരു സ്കാനിങ്ങിലൂടെ, CT സ്കാൻ അല്ല, അതിനേക്കാളൊക്കെ ഉപരി ഇതാ ഈ ഒരു സ്കാനിങ്ങിലൂടെ, MRI അല്ല, അതിനേക്കാളെല്ലാം ഉപരി ഈ ഒരു സ്കാനിങ്ങിലൂടെ, ഹെവൻലി സ്കാനിങ്, പിതാവിന്റെ സ്കാനിങ്ങിലൂടെ അങ്ങ് കയറിപ്പോണം. ഹല്ലേലൂയ. കയറുന്നതിന്റെ കാരണം വായിച്ച 16:2 വായിച്ച സദൃശവാക്യം 16:2. മനുഷ്യന് തന്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു. മനുഷ്യന് തന്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇങ്ങനെ ഒരു കണ്ണുകെട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. കണ്ണ് കെട്ടിയിരിക്കുക, എല്ലാം വെടിപ്പാ. കാരണം കണ്ണ് കെട്ടിയിരിക്കുകയാണല്ലോ, അതുകൊണ്ട് എല്ലാം വെടിപ്പാ. ഞാനാണ് മിസ്റ്റർ റൈറ്റ്. ഹല്ലേലൂയ. ഞാനല്ല റെഫറൻസ്. ദൈവഹൃദയത്തിലെ ചിന്തകളാണ്, അതാണ് റെഫറൻസ്. ആ ചിന്തകളുടെ പ്രകാശനമാണ് വചനം, അതാണ് ക്രിസ്തുവാണ് റെഫറൻസ് നമുക്ക് തന്നേക്കണേ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോ ആ ക്രിസ്തുവെ റെഫറൻസ് ചെയ്ത് നമ്മൾ മറ്റു സഹോദരങ്ങളായിട്ട് കമ്പയർ ചെയ്ത് ക്രിസ്തുവുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യണം. നമ്മുടെ ചിന്ത എന്തുവാ? അയാളെ നോക്ക്, അവളെ നോക്ക്, ആ പാസ്റ്റർ നോക്ക്, ആ സഹോദരി നോക്ക്. നോക്കരുത്. ക്രിസ്തുവെ നോക്കിക്കോളാം. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോടും പറയുന്നൊരു കാര്യം, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഞാൻ ഏതെല്ലാം മേഖലയിൽ ക്രിസ്തുവിൻ്റെ അനുകാരികളായിരിക്കുന്നു ആ മേഖലയിൽ നിങ്ങൾക്ക് എന്നെ പിന്തുടരാം. എന്നാൽ ധാരാളം മേഖലയിൽ ഞാൻ ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. ആ മേഖലയിലൊക്കെ നിങ്ങൾ ക്രിസ്തുവിനെ പിന്തുടരണം. മനസ്സിലാവുന്നുണ്ടോ? ഞാനും നിങ്ങളെപ്പോലെ ഒരു യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഇച്ചിരി മുമ്പേ പോയെന്നേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങളായിരിക്കും എന്നെക്കാൾ മുമ്പേ പോണേ. ഹല്ലേലൂയ. ഇച്ചിരി മുമ്പേ പോയെന്നേ ഉള്ളൂ ക്രിസ്തുവിന്റെ പിന്നാലെ. പൗലോസ് പറയാണ്, ഞാൻ ക്രിസ്തുവിന്റെ അനുഗാമിയാം, പുറകെ പോവുക. അതേപോലെ എന്റെ പുറകെ വരുന്നത് നിങ്ങൾ എന്റെ പുറകെ പോരെ. നിങ്ങൾക്ക് ക്രിസ്തുവിനെ കാണാൻ വയ്യ, നിങ്ങൾ എന്ത് ചെയ്യണോ? എന്റെ പുറകെ ഇങ്ങ് പോരെ. പക്ഷെ നിങ്ങൾ പലരും എന്നേക്കാൾ വളർന്നവരുണ്ട്, എനിക്കറിയാം. അവരാരും എന്നെ നോക്കരുത്, നേരെ ക്രിസ്തുവിനെ നോക്കുക. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കി പ്രവർത്തിക്കുക. നമ്മളുടെ ഒരു റിബൺ കിട്ടിയിട്ടുണ്ട്. ആ റിബണാണ് നമ്മുടെ സ്വയം. മനുഷ്യർ തൻ്റെ വഴികളൊക്കെ ചൊവ്വായിട്ട് തോന്നും. ഹല്ലേലൂയ. അവരാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന ഇതായിരിക്കണം. ഒന്നുകൂടി വായിച്ച് 139 സങ്കീർത്തനം 23 മുതൽ. നിങ്ങളുടെ പ്രാർത്ഥന ഇതായിരിക്കണം. ദൈവത്തോട് നേരിട്ടുള്ള ബന്ധമായിരിക്കണം. നമുക്ക് വായിക്കേ. ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. കാരണം ഹൃദയത്തിലാണ് നമ്മുടെ നന്മയ്ക്കും തിന്മയ്ക്കുള്ള എല്ലാം ഇരിക്കണേ. എന്നെ അങ്ങ് അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ ചിന്തകളെ അങ്ങ് തിരിച്ചറിയണമേ. എന്റെ ചിന്തകളെ തിരിച്ചറിയണമേ. എന്തിനു വേണ്ടിയാ? വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി. വ്യസനത്തിലുള്ള ചിന്തകൾ. അപ്പൊ ഞാനിങ്ങനെ വിഷമിക്കുന്നതിന്റെ കാര്യം എന്താ? എന്റെ ഹൃദയത്തിൽ അതിന്റെ വിത്ത് കിടക്കുന്നുണ്ട്, ചിന്ത. ആ ചിന്ത അകത്ത് കിടക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ വിഷമിക്കണേ. നിങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു, പെട്ടെന്നൊരു വാർത്ത കേട്ടു, നിങ്ങളുടെ മോഹം അങ്ങ് വാടി. എന്തേ അങ്ങനെ വാടിയേ? ആ വാർത്തയിൽ ഒരു ചിന്ത നിങ്ങളുടെ അകത്തേക്ക് വന്ന് വീണ് ഹൃദയത്തിലേക്ക്. അത് നിങ്ങളുടെ വ്യസനത്തിനുള്ള ചിന്തയായി. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. തുടർന്ന് അതിൻ്റെ പ്രതികാരം ചെയ്യാൻ ഞാൻ അതിന് പകരം ചെയ്യും, ഞാൻ അതിന് തിരിച്ചു പറയും. പിന്നെ ആലോചന തുടങ്ങി, അകത്ത് ജഡചിന്തകൾ പ്രവർത്തിക്കാൻ തുടങ്ങി, തെറ്റായ എൻജിൻ പ്രവർത്തിക്കാൻ തുടങ്ങി, തെറ്റായ എൻസൈംസ് റിലീസ് ചെയ്യപ്പെടാൻ തുടങ്ങി. നിങ്ങളുടെ മുഖമൊക്കെ അകത്ത് കറുത്ത പൗഡറിലാൻ നിറഞ്ഞു. പൗഡർ ഇടുമ്പോൾ ചുമക്കും വെളുക്കും ഒക്കെ ചെയ്യില്ലേ? അകത്തുനിന്നൊരു പൗഡർ വന്നു. അപ്പോൾ നിങ്ങളുടെ മുഖം പെട്ടെന്ന് മമ്മി ചോദിച്ചു, എടി എന്തു പറ്റി നിന്റെ മുഖമൊക്കെ അങ്ങപ്പെട്ട കറുത്തേ? മമ്മി ഞാൻ പൗഡർ ഇട്ടു. ഏത് പൗഡർ? അകത്തുനിന്നുള്ളൊരു പൗഡർ, ഹൃദയത്തിൽ നിന്ന് വരുന്ന പൗഡർ. മനസ്സിലായോ? അങ്ങനെ പൗഡർ ഇട്ടപ്പോൾ മുഖമൊക്കെ അങ്ങ് കറുത്തു. എൻ്റെ മക്കളെ, ഈ ഒരു അകത്തുനിന്ന് നല്ലത് മാത്രം റിലീസ് ചെയ്യണം.
തെറ്റായതൊന്ന് റിലീസ് ചെയ്യരുത്. അപ്പോൾ എന്ത് ചെയ്യണം? റൈറ്റ് റിലേഷൻഷിപ്പ് മാത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. റൈറ്റ് റിലേഷൻഷിപ്പ്. ദൈവത്തിൻ്റെ വചനം പറയുന്നൊരു കാര്യമുണ്ട്, ജ്ഞാനിയോട് കൂടെ നടന്നാൽ നീ ജ്ഞാനിയാവും. കോപിഷ്ഠനോട് കൂടെ നടന്നാൽ നീ അവൻ്റെ വഴികളെ കണ്ടുപഠിച്ച് നിന്റെ പ്രാണൻ കണിയിലും ആകും. അപ്പോൾ റൈറ്റ് റിലേഷൻഷിപ്പ്, ഏറ്റവും നല്ല റിലേഷൻഷിപ്പ് സ്വർഗീയ പിതാവിനോടും തൻ്റെ പുത്രനായ ക്രിസ്തുവോടും കൂടെയാണ്. ആ റിലേഷൻഷിപ്പിൽ എപ്പോഴും നടക്കുക. അവിടെ നിന്ന് കിട്ടുന്നതെല്ലാം നിങ്ങൾക്ക് ജീവനായിരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ അത് നിറഞ്ഞു പോകാനായിട്ട് ഇടയാകും. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇവിടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആ ചേട്ടായിയുടെ കാര്യമാണ്. ആ ചേട്ടായിയുടെ അവകാശം നഷ്ടപ്പെടാൻ പോവുക. അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ആ അവകാശം നഷ്ടപ്പെടുമ്പോൾ അത് എങ്ങനെയാണ് എന്ന് നമുക്ക് സ്ക്രീനിലൂടെ ഒന്ന് കാണാം. ഓ ഫാദർ, വി താങ്ക് യു. ചേട്ടായി അനിയനെ വ്യക്തമായിട്ട് ഒരു ഇത് മനസ്സിലായല്ലോ അല്ലേ? ചേട്ടായി മരിക്കാനും അനിയൻ അവകാശത്തിലേക്ക് ഭരിക്കാനും വരുന്നേ. ഓക്കെ. ലോർഡ്, ഐ ലവ് യു. Lord, I love you. ചേട്ടായിയുടെ മറ്റൊരു ഭാഗമാണ് നിങ്ങളിവിടെ കാണുന്നത്. ജഡത്താൽ ജനിച്ച ജഡം. ചേട്ടായിയുടെ അവകാശം അവസാനം സീറോ ആയി പോകുന്ന രംഗമാണ് കാണുന്നത്. സെൽഫ് റിയലൈസേഷൻ എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ. കണ്ടോ? സെൽഫ് റിയലൈസേഷൻ, സ്വയം ഒരു ബോധം ഉണ്ടാകുക. ദൂത്തുപുത്രൻ എന്തോ വന്നു? സുബോധം. അവന് ബോധം വന്നു. ആസ്വദിക്കുക. ഇവിടെ ഒരു മനുഷ്യൻ്റെ ജീവചക്രമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ജഡത്താൽ ജനിച്ച ജഡം. കണ്ടോ? ആ കൊച്ചു വളരുന്നു. ആ കൊച്ചു വളർന്ന് മുട്ടുമേ പൊങ്ങുന്നു, നടക്കാൻ തുടങ്ങുന്നു. LKG UKG നഴ്സറി 1ാം ക്ലാസ്സൊക്കെ പഠിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ പഠിച്ച് ആ കുഞ്ഞ് ഒരല്പം കുസൃതിയൊക്കെ ആയി വളർന്ന് 10ാം ക്ലാസ്സൊക്കെ പാസ്സായി കോളേജിലൊക്കെ കയറി അവസാനം PG ഒക്കെ എടുത്ത് ഡിഗ്രിയൊക്കെ എടുത്തു, റെഡിയായി, ഒരു യുവാവായി, ഒരു യുവതിയായി. കണ്ടോ? നല്ല കോമളത്വമുള്ള ശരീരം. എൻ്റെ മക്കളെ, നിങ്ങൾ നല്ലൊരു പങ്ക് ഇതൊക്കെ കഴിഞ്ഞതാണ് അല്ലേ? ഇപ്പോഴാണ് എല്ലാവർക്കും വേണ്ടത് ഈ ഭൂമിയിൽ. ഇതാണ് നമ്മൾ ഇവിടം വെച്ചാണ് പറയുന്നത് നമ്മുടെ ഭാവി എന്ന് പറയുന്നത്. എന്ത് ഭാവി? ഉണ്ണിക്ക ഭാവി, ചെറിയ ഭാവി അല്ലേ? കുറച്ച് നാളത്തേക്ക് നേഴ്സായി, കുറച്ച് നാളത്തേക്ക് ഡോക്ടറായി, കുറച്ച് നാളത്തേക്ക് എഞ്ചിനീയറായി, കുറച്ച് നാളത്തേക്ക് ടെക്നീഷ്യനായി ഇല്ലേ? ഭാവി. അപ്പം ഇങ്ങനെയുള്ളവർക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആക്സസ് ഉള്ളത്, അംഗീകാരമുള്ളത്. കാരണം ഇവരെ കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. യൗവനം. ബൈബിളും പറയുന്നു, യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർക്കണം. യൗവനത്തിൽ. പലരും സൃഷ്ടാവിനെ ഇപ്പോൾ ഓർക്കുന്നത് റിട്ടയറൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ചവറായി ആർക്കും വേണ്ടാത്ത വേപ്പലയാകുമ്പോൾ സൃഷ്ടാവിനെ ഓർക്കണം. ബൈബിൾ പറയുന്നു, യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർക്കണം. കാരണം ഈ പ്രായത്തിലാണ് വീട്ടിലേക്ക് ഒരു കറവ പശുവിനെ പോലെ ഇദ്ദേഹത്തെ അല്ലെങ്കിൽ ഇവളെ ഉപയോഗിക്കാൻ പറ്റൂ. വരുമാനമുള്ള ആൾ ഇയാളാണ്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ താറാവും കോഴിയൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ തൊട ഇയാക്കായിരിക്കും. അപ്പം പറയും, അവന് കൊടുത്തോടി, അവന് കൊടുത്തിട്ട് മതി ബാക്കി. കാരണം വരുമാനമുള്ളത് പുള്ളിയിൽ നിന്നാണ്. അപ്പൊ ആർക്കാണോ, എൻ്റെ അപ്പം പറഞ്ഞു കേൾക്കാം, അവരേതാണ്ട് 16 മക്കളാണ്. അപ്പനാണ് മൂത്തത്. കുറച്ച് പേര് മരിച്ചുപോയി. ഇപ്പം അറൗണ്ട് 12 ഉണ്ട്. അപ്പം പറയാ, വീട്ടിൽ എത്ര കോഴി പൊട്ടയിട്ടാലോ അമ്മ അത് മൊത്തം പെങ്ങന്മാർക്ക് കൊടുക്കാതെ എനിക്ക് തരുമോ? എനിക്കല്ല, അപ്പന്. കാരണം അപ്പനാണ് പാടത്ത് വിതയ്ക്കുന്നത്, ചക്രം ചവിട്ടുന്നതും അച്ചിങ്ങയൊക്കെ തലച്ചുമടായിട്ട് കൊണ്ടുപോയി
തൃപ്പൂണിത്തറ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കണതും. അപ്പം മുട്ടയൊക്കെ അപ്പന, അതായത് കുടുംബത്തിൽ പണിയെടുക്കുന്നവനാണ് അംഗീകാരം. പക്ഷേ ഇപ്പം നോക്കിയേ, എൻ്റെ അപ്പൻ ഇതാ 86 വയസ്സായി, കിടക്കേന്ന് പോലും എഴുന്നേക്കാൻ വളരെ പ്രയാസത്തിൽ കിടക്കുക. അവകാശം പോവാണ്, ചേട്ടായി പോവുക. നമ്മളിലെല്ലാം ഉണ്ട് ഈ ചേട്ടായി. ഇതാ അത് കഴിഞ്ഞു, വിവാഹമൊക്കെ ആയി. വിവാഹം കഴിഞ്ഞ് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആയി. ആൾ വെള്ള കളറുള്ള ബനീനൊക്കെ അരിച്ചു. എല്ലായിടത്തും ഓടി നടക്കുന്ന ഇയാൾ പയ്യെ പയ്യെ ലിമിറ്റഡ് ആകാൻ തുടങ്ങി. കാരണം ചേട്ടായി ലിമിറ്റഡ് ആയിക്കൊണ്ടിരിക്കുക, പുറമേയുള്ള നാൾക്കുനാൾ മരിച്ചുകൊണ്ടിരിക്കുക, ലിമിറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. എൻ്റെ മക്കളെ, ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ അറിയാതെ നിങ്ങൾ ലിമിറ്റഡ് ആയിക്കൊണ്ടിരിക്കുക, അല്ലേ? നുണയൊന്നും അല്ല പറയണേ, ഇതാണ് യാഥാർത്ഥ്യം. ഇത് എത്ര ഇൻഷുറൻസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഇത് പോകും. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഈ ക്രമമാണ് ദ റിയൽ ഇൻഷുറൻസ്. മറ്റേ ഭൂമിയിലുള്ള ഇൻഷുറൻസ് ഒക്കെ എന്നാ പറയണേ, നീ മരിച്ചാവല്ലോ നിന്റെ വീട്ടുകാർക്ക് തരാന്ന്, അല്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഈ ക്രമത്തിലേക്ക് വന്നാൽ ദാറ്റ്സ് എ റിയൽ ലൈഫ് ഇൻഷുറൻസ്. ഇതാ യേശു പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും മരിക്കത്തില്ല, അവൻ ജീവിക്കും. ദ റിയൽ ലൈഫ് ഇൻഷുറൻസ്, അനദർ ടൈറ്റിൽ. ഹല്ലേലൂയ. അപ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കിയിട്ട് ദൈവത്തിന്റെ ക്രമത്തിലേക്ക്, ആ ഓർഡറിലേക്ക്, ആ സിസ്റ്റത്തിലേക്ക് മടങ്ങി വാ. സിസ്റ്റത്തിന് പുറത്തു പോകരുത്, ആ സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിൽക്കണം. അവിടെയാണ് ജീവൻ. ഇതാ വിവാഹം കഴിച്ചു, മക്കളൊക്കെ ആയി, പിന്നെ അവരൊക്കെ കെട്ടിക്കേണ്ട സമയമായി. കണ്ടോ, ഈ ഒരു പ്രായമൊക്കെ ആകുമ്പോൾ അവരൊക്കെ കെട്ടിക്കേണ്ട സമയമായി. ഇന്നിപ്പോൾ അതും പറ്റത്തില്ല. ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അപ്പൂപ്പനായാലാണ് മക്കളെ കെട്ടിക്കേണ്ട സമയമാവുള്ളൂ. കാരണം ഇപ്പോൾ മക്കളുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ മക്കൾക്ക് നല്ല പ്രായമായി. ഇപ്പോൾ 35-40 വയസ്സായിട്ടുള്ളവരും കല്യാണം കഴിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇവർക്കൊക്കെ ഇനി ഒരു 40 ഇവർക്കൊരു കുട്ടി ഉണ്ടാകുന്ന കാര്യം തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇനി ഇവർക്കൊക്കെ ഒരു കുട്ടി ഉണ്ടായി, ആ കുട്ടി ഇനിയിപ്പോൾ LKG UKG ഒക്കെ പഠിച്ച് ഒരു 10, 28, 20 ആ വയസ്സൊക്കെ ആയിട്ട് വരുമ്പോൾ ഈ പുള്ളിക്കാരനും പുള്ളിക്കാരത്തി അപ്പൂപ്പനും അമ്മൂമ്മയും ആകും. കാലം പോകുന്നു പോക്കെ. നേരത്തെ 18 വയസ്സ് കഴിയുമ്പോൾ തന്നെ കല്യാണം കഴിച്ച് കയറുകയാണ്. ഇപ്പോൾ അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കരിയറൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടൊക്കെ വേണം, പിന്നെ കുറച്ച് നാളൊക്കെ ഒന്ന് അന്വേഷിച്ചതെല്ലാം കഴിഞ്ഞിട്ട് മതി ആ പരിപാടി നടക്കുള്ളൂ. അപ്പോൾ സമയം അത് പോവുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഈ ഒരു പാകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ പയ്യെ ലിമിറ്റഡായി എല്ലായിടത്തും ഓടി നടന്നതാ. ഇപ്പോൾ ഓടി നടക്കാൻ പറ്റുന്നില്ല, കാല് മടങ്ങണില്ല, കണ്ണ് കാണുന്നില്ല, നേരത്തെ പോലെ ചവിട്ടി സ്റ്റെപ്പ് കയറാൻ വയ്യ, പ്രശ്നമായി. അങ്ങനെ ഇതാ എല്ലായിടത്തും ഓടി നടന്ന അപ്പൻ അല്ലെങ്കിൽ അമ്മ ഇപ്പോൾ കഷ്ടി ആ ജംഗ്ഷൻ വരെ ഒന്ന് പോകും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്, വേറെ എങ്ങും പോവില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും പോകാൻ പറ്റാതെയായി, വീടിൻ്റെ മുറ്റത്ത് മാത്രമൊക്കെ ഒന്ന് നടക്കും. ആ മുറ്റം ലിമിറ്റഡായി. കൊച്ചി ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, റിഫൈനറീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആകാൻ തുടങ്ങി. പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങണമെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങണ്ടേ, സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇനി മുറ്റം മാറിയിട്ട് വീട് ലിമിറ്റഡായി. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ താഴേക്ക് പോണ പോക്ക് കണ്ടോ, വീട് ലിമിറ്റഡ് എന്നുള്ള നിലയിൽ പോകാൻ പറ്റത്തില്ല, വീട്ടിലേക്ക് ഇറങ്ങാൻ വയ്യ. അവസാനം അത്യാവശ്യം തൻ്റെ റൂമിൽ വാഷ്റൂം വരെ, ബാത്റൂം വരെ, ടോയ്ലറ്റ് വരെ പോകുന്നൊരവസ്ഥയിൽ മാത്രമായി. പിന്നെ അതും പറ്റാതെയായി, ദാ കിടക്ക ലിമിറ്റഡായി. കിടക്ക ലിമിറ്റഡ്. ചേട്ടായിയുടെ പോക്ക് കണ്ടോ, കണ്ടോ മക്കൾ? ഇതുവരെ ചേട്ടായിനെ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ചേട്ടായിയുടെ പോക്ക് കണ്ടോ? ചേട്ടായിയുടെ അവകാശം പോവും, ചേട്ടായി പോവുക. അപ്പൊ ഈ ഒരു പോക്ക് പോയിക്കൊണ്ടിരിക്കുക. അവസാനം ദാ ചേട്ടായി ഭവനത്തിന് മരിച്ചു വീണു, ഭവനത്തിന്റെ പുറത്തായി, ഭവനത്തിന്റെ പുറത്തായി. ഇനി ആ ചേട്ടായി എന്ത് ചെയ്യുക? ആ ചേട്ടായി അധികം താമസിയാതെ മൊത്തം ഭവനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകും. ഇനി ഏതെങ്കിലും സെമിത്തേരിയിലോ ഏതെങ്കിലും സെല്ലിലോ ആ ചേട്ടായിനെ കൊണ്ട് അടക്കും. മനസ്സിലായോ? ഏതെങ്കിലും സെല്ലിലോ ഏതെങ്കിലും സെമിത്തേരിയിലോ ചേട്ടായിയെ കൊണ്ടുപോയി അടക്കും. കുറച്ച് ദിവസത്തിനുള്ളിൽ ചേട്ടായിയുടെ എല്ലാ മാംസവും പുഴുക്കൾക്ക് പലഹാരമായി തീരും. പുഴുക്കളത് വെട്ടിയടിക്കും. അപ്പോൾ ചേട്ടായി ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യായിരുന്നു? നമ്മളാണ് ആ ചേട്ടായിയെ.
പുഴുക്കൾക്ക് പലഹാരം ഉണ്ടാക്കുമായിരുന്നു. പലഹാരം, മനസ്സിലായോ? അപ്പൊ ജീവിതകാലം മുഴുവൻ നമ്മളെല്ലാം തിന്നത് കൊണ്ട് നമ്മൾ പുഴുക്കൾക്ക് പലഹാരം ഉണ്ടാക്കി അവരത് തിന്നു. ബാക്കി അസ്ഥികൂടം മാത്രമായി, ദ്രവിച്ചു പോയല്ല. ചേട്ടായിയുടെ അവകാശം അവിടെ പോയി, വട്ടപൂജയായ. ഇതാ ബൈബിള് പറയുന്നേ, ഈ ആയുസിൽ മാത്രമാണ് നീ ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ നിന്നെക്കാൾ അരിഷ്ടം വേറെ ആരുമില്ല. കാരണം ചേട്ടായി വീട്ടിൽ നിന്ന് പുറത്തു പോകും, അനിയൻ അവകാശിയായി തീരും. മനസ്സിലായോ? മോനെ മോളെ, നീ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരനാണ്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരനാണ്, നഷ്ടമാക്കരുത്. ഹല്ലേലൂയ. ഓഹരി ചേട്ടായിക്കല്ല, ഓഹരി അനിയനാ. ജഡത്താൽ ജനിച്ചതിനല്ല ഓഹരി, ആത്മാവൻ ജനിച്ചതിനാ. ആദത്തിന്റെ തലമുറയ്ക്കല്ല ഓഹരി, ക്രിസ്തുവിൻ തലമുറയ്ക്ക്. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തുവിന്റെ തലമുറയാണെന്ന് ചിന്തിച്ചുകൊണ്ട് ആദത്തിന്റെ തലമുറയെ വളർത്തുന്ന ഒരു കൺകെട്ട് സമൂഹമാണ് ഇന്നത്തെ നമ്മുടെ സഹോദരന്മാരായ അനേക ക്രിസ്ത്യാനികൾ. അവർ വളർത്തിയെടുക്കുന്നത് ആദത്തിന്റെ വംശത്തെയാണ്, ക്രിസ്തുവിൻ്റെതാണെന്ന് പേരും. ഇതാണ് ക്രിസ്തു ചോദിക്കുന്നത്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നു, പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുന്നില്ലല്ലോ. ആരോട്? എൻ്റെ സഹോദരങ്ങളായ ക്രിസ്ത്യാനികളോട്. അങ്ങനെയാകരുത്. ക്രിസ്തു പറയണം, എല്ലാവരും സ്വന്തം കാര്യം നോക്കുമ്പോൾ നീ എൻ്റെ കാര്യമാണ് നോക്കുന്നത് എന്ന് ക്രിസ്തു പറയത്തക്കവണ്ണം നമ്മുടെ ജീവിതം മാറട്ടെ. ഇനി പഴയതിലേക്കല്ല, ഇനി പുതിയതിലേക്ക് നമ്മുടെ ജീവിത ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനിടയാകട്ടെ. ഈ ഒരു തിരിച്ചറിവ് പ്രിയമക്കളെ നമ്മുടെ ജീവിതത്തിൽ വേണം. അപ്പം നമ്മൾ എങ്ങോട്ടേക്ക് പോവുക? നമ്മൾ നമ്മുടെ അപ്പൻ്റെ വീട്ടിലേക്ക് പോവുക. ഇപ്പൊ ഭൂമിയിലെ അവകാശിയൊക്കെ ആരാ? ചേട്ടായി അവകാശി ഭൂമിയിൽ, അല്ലേ? ജഡരക്തങ്ങളല്ലേ അവകാശി, എല്ലാം ചേട്ടായി അവകാശി. പക്ഷേ നമ്മളെ സ്വർഗത്തിലേക്ക് വിളിച്ചേക്കുക, വരിക ക്രിസ്തുവിലൂടെ വിളിക്കുക. അതാ നമ്മുടെ പാട്ട്. ദൈവം വിളിക്കുന്നു, സ്വർഗപിതാവ് വിളിക്കുന്നു, ക്രിസ്തുവിലൂടെ തൻ മകനാകാൻ ദൈവം വിളിക്കുന്നു, സ്വർഗപിതാവ് വിളിക്കുന്നു. മനസ്സിലായോ? അപ്പൊ വിളിക്കുമ്പോ നമ്മൾ ചിന്തിക്കരുത്, ആ ദേ വരുന്നു എന്ന് പറഞ്ഞ് ജഡരക്തം കൊണ്ട് അങ്ങോട്ട് പോകാന്ന്. ഉടനെ അവിടുത്തെ ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ ബോർഡ് വെച്ചേക്കുക, ചേട്ടായിനെ പ്രവേശിപ്പിക്കത്തില്ലെന്ന്. ഉണ്ടോ മക്കളെ? ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. 1 Corinthians 15:50 അവകാശമാക്കത്തില്ല, ബോർഡ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജഡരക്തങ്ങളോട് ചേട്ടായും കൊണ്ട് അങ്ങോട്ട് പോകാൻ നോക്കണ്ട. അവിടെ പോകണമെങ്കിൽ അനിയനെ പോകും. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പൊ ഇനി അനിയനെ വളർത്തിയെടുക്കണ്ടേ? ആ ടൈപ്പ് വചനം മാത്രം കേൾക്കണം. ചേട്ടായിയെ എൻകറേജ് ചെയ്യുന്നത് കേൾക്കാൻ പോകരുത്. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ എന്തൊക്കെ വേണോ അതൊക്കെ അനിയനെ നിങ്ങൾ വളർത്താൻ ദൈവക്രമത്തിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക് ഭൂമി നിങ്ങൾക്കുണ്ടാവും. ഇതാ യേശു പറഞ്ഞേ, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, അതോടുകൂടെ ചേട്ടായിക്ക് ഭൂമിയിൽ വേണ്ടതെല്ലാം ചേർത്ത് നൽകപ്പെടും. അത് താൽക്കാലികമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട. ഒറ്റ കാര്യം ഓർത്താൽ മതി, എനിക്ക് യേശുവെ ഞാൻ അനുഗമിക്കുന്നുണ്ടോ ഇല്ലയോ, ആ പിതാവിൻ്റെ ഭവനമാണോ എൻ്റെ ദർശനം. അപ്പോൾ ചേട്ടായിയുടെ അവസ്ഥ ഇതാണ്, അവകാശം മുഴുവൻ പോവും. അതുകൊണ്ട് ഇത് തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. ലോർഡ്, ഐ ലവ് യു. ജീസസ്, ഐ ലവ് യു. വേണ്ടോ? അനേക ചേട്ടായിമാരെയാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഈജിപ്തിന്റെ രാജാക്കന്മാരാ ആയിരുന്നവരാ. അവരുടെ ശവശരീരം മമ്മി ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് പിരമിഡുകളിൽ. ദാ കിങ് തൂത്തൻ കാമൻ ഈജിപ്തിന്റെ രാജാവാണ്, കിടക്കുന്നു ബോഡി, ചേട്ടായി ബോഡി. പണ്ട് ഈജിപ്ത് ഭരിച്ചിരുന്നവരാ, ഈജിപ്തിലെ പിരമിഡുകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതാ മറ്റൊരു രാജാവ്, അവരുടെ എല്ലാ ബോഡിയെ കിടക്കുന്നത്. ഇതുപോലെ നമ്മളും നിലനിൽക്കത്തില്ല. ചേട്ടായിക്ക് ഒരു അവകാശവും ഇല്ല. ഇന്ന് ചേട്ടായി അവകാശിയാ ഭൂമിയിലെ, പക്ഷെ താൽക്കാലികമാണ്.
ആ കണ്ടിലെ ആ വലിയൊരു ലൈൻ മഞ്ഞ കളറുള്ളത്, പക്ഷെ അതിൻ്റെ തുടക്കത്തിൽ ഒരു നീല കളറ്. ചേട്ടായി മനുഷ്യ ജഡത്താൽ ജനിച്ച ജഡം, പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്ന അനിയൻ മഞ്ഞ കളറിൽ ആത്മാവ് ജനിച്ച ആത്മാവ്. അത് നിത്യം ജീവിക്കാനുള്ളതാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിലേക്ക് കടന്നു വരുവാൻ എൻ്റെ പ്രിയമക്കളെ, ദൈവം നിങ്ങളെ എവരെയും സഹായിക്കട്ടെ. ദൈവം നിങ്ങളോട് സംസാരിച്ചോ? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓരോ ദിവസവും വെളിച്ചം കൂടി വരുമല്ലേ അല്ലേ? രാവിലെ സൂര്യൻ ഉദിച്ചു, കുറച്ച് വെട്ടം, പിന്നെ അങ്ങ് ഉദിച്ചു വരുമ്പോൾ വെട്ടം കൂടി വരുന്നത് പോലെ ഇതാ ഇരുളിരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. മനസ്സിലായോ? എപ്പോഴും പറയുന്നൊരു കാര്യം, നീതി നീതി നീതി. പാപ വഴികളിലേക്ക് പോകരുത്, ചിന്തിക്കരുത്, നീതിയിൽ അടിസ്ഥാനമായിട്ട് നിൽക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും നീതി നിങ്ങളെ കാക്കുവാനായിട്ട് ഇടയാകും, നിങ്ങളെ നയിക്കുവാനായിട്ട് ഇടയാകും. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ ദൈവങ്ങളെ ഏൽപ്പിക്കുക. നമുക്ക് എല്ലാവർക്കും ദൈവസ്ഥ എഴുന്നേക്കാം. ഉള്ളോടെ എല്ലാം ദേവദാസന്മാർ ആരെങ്കിലും ഒരാൾ മുന്നോട്ടേക്ക് ഓൺലൈനിലായിരിക്കുന്ന ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളും, മക്കളെ, നിങ്ങൾ അനുഗ്രഹീത ജനമാണ്. ഈ പ്ലാനറ്റ് കേൾക്കാത്ത പലതും നിങ്ങൾ കേൾക്കുകയാണ്. പ്ലാനറ്റിന് വെളിപ്പെടാത്ത പലതും നിങ്ങൾക്ക് വെളിപ്പെട്ട് ദൈവം തരികയാണ്. കർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ്, വരം ലഭിച്ചവർക്ക് മാത്രം കൊടുക്കുന്ന മന്ന തരികയാണ്. എന്തുകൊണ്ടാണ് പുറത്തുള്ളവരോട് നീ ഉപമകളായി സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരിത് അറിയരുതെന്നാണ് കർത്താവ് പറയുന്നത്. അവർക്കത് ലഭിച്ചിട്ടില്ല, നിങ്ങൾക്കാണിത് ലഭിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ലഭിച്ച നിങ്ങളെ ദൈവം അകത്ത് കയറ്റി ഈ ശബ്ദ കാഴ്ചപരിധിയിൽ കൊണ്ടുവന്നു. നിങ്ങളോട് ദൈവം സംസാരിക്കണം. നിങ്ങൾ അനുഗ്രഹീതരായ ജനമാണ്, അനുഗ്രഹീതരായ ജനം. ജഡം മനുഷ്യരിൽ പ്രത്യാശ വയ്ക്കരുത്. ജഡത്താൽ ജനിച്ച ജഡമാണ്, ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാകത്തില്ല. ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്, ബട്ട് ദ സ്പിരിറ്റ് ഗീവ്സ് ലൈഫ്. അനിയനാണ് അവകാശത്തിലേക്ക് കയറുന്നത്, മറ്റവൻ ഭവനത്തിന്റെ പുറത്തേക്ക് പോകും. നമ്മളെ തന്നെ ആ അനിയനെ, ആ പുതിയ സൃഷ്ടിയെ കണ്ടുകൊണ്ട്, ക്രിസ്തുവിലുള്ള ആ വംശത്തെ കണ്ടുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. എൻ്റെ അപ്പ, വലിയൊരു നിധി കണ്ടതുപോലെ എൻ്റെ ജീവിതമായിരിക്കുന്നു എന്ന് ഓരോരുത്തരും അപ്പനോട് പറയട്ടെ. സ്വർഗരാജ്യ നിധിയാണ്, വയലിൽ ഒളിച്ചു വെച്ച നിധി. ആ നിധിയെ എനിക്ക്, ആ വയൽ മാറ്റി, ആ ജഡരക്തത്തെ മാറ്റി, ലോക സംവിധാനത്തെ മാറ്റി, ആ നിധിയെ എനിക്ക് കാണിച്ചു തരുന്നതിനായി ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവകരങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ വചനം പറയുന്നത് പോലെ ന്യായ പ്രമാണത്തിലുള്ള അങ്ങയുടെ വചനത്തിലുള്ള അത്ഭുതങ്ങളെ കാണുവാൻ ഇന്ന് തന്ന ഭാഗ്യത്തിനായി നന്ദി പറയുന്നപ്പാ. അങ്ങ് എഴുതി വച്ചിരിക്കുന്ന അത്ഭുതങ്ങൾക്കായി സ്തോത്രം. അങ്ങയുടെ വചനത്തിൽ കർത്താവേ ഉള്ള വെളിപ്പാടുകൾക്കായി നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ ആത്മാവ്, സകലത്തെയും അറിയുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആഴങ്ങളെ അറിയുന്ന ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയ നല്ല കർത്താവ്, നല്ല ചിന്തകൾക്കായി നന്ദി പറയൂ. നമുക്കോ ദൈവത്തിൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എഴുതിയതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന വെളിപ്പാടുകൾക്കായി നന്ദി പറയുന്നപ്പാ. ആത്മാവിൻ്റെ പ്രവർത്തനത്തിനായി നന്ദി പറയുന്നു കർത്താവേ. അങ്ങ് തന്ന ചിന്തകൾക്കായി സ്തോത്രം. കർത്താവേ, മിണ്ടാതിരിക്കുവാൻ, ചേട്ടനെ പുറത്തു വരാതെ അവനെ ഇരുത്തി കളയുവാൻ, അനിയനെ പുറത്തു കൊണ്ടുവരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുമെങ്കിൽ നിങ്ങൾ ജീവിക്കുമെന്ന് എഴുതിയതുപോലെ ആത്മാവിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജഡം മരിക്കുന്നത് കാണുവാൻ ഇടയാകണമേ. ആത്മാവ് പുറത്തേക്ക് വരുവാൻ, ആത്മാവിൽ ജീവിക്കുവാൻ വചനം കേട്ട ഏവരെയും സഹായിക്കണമേ. കർത്താവേ, ഇറങ്ങിയിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. പർവ്വതങ്ങളെ ഉരുക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം
കർത്താവേ, ഞങ്ങൾ ജഡത്തിന്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കി കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ഞങ്ങളുടെ ജനത്തെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നത് മനുഷ്യരാൽ അസാധ്യമാണ്. ദൈവം ആത്മാവാകുന്നല്ലോ, ആത്മാവ് ദൈവത്താൽ സകലം സാധ്യമെന്ന് എഴുതിയതുപോലെ വചനം കേട്ടവരെ വചനം പോലെ ആക്കി തീർക്കണമേ. ആ വചനത്തിലുള്ള ദൈവശക്തി കർത്താവേ ഹൃദയങ്ങളിൽ തറച്ചു കയറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനം ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭാമൂപ്പന്മാരുടെ വാക്കുകൾ തറച്ചു കയറുന്ന ആണി പോലെ തറച്ചു കയറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചിന്താമണ്ഡലങ്ങളെ തറച്ചു കയറണമെന്ന് പ്രാർത്ഥിക്കുന്നു.